പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളുമായി സമൂഹത്തിൽ വളരെ ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ല സേവന അനുഭവ സമ്പത്തുമായിട്ട് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസന് ഡോക്ടർ സജി പിലിപ്പവറുകളാണ്. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തില് ദൈവം ചെയ്തതായ ഒരുപാട് അനുഭവങ്ങളും സമൂഹത്തിന് വേണ്ടി പ്രിയ സാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല സേവനത്തെക്കുറിച്ചും അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ കേൾക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. നമ്മെ ഒരു പ്രാർത്ഥനയോട് ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഡോക്ടർ സജി പിലിപ്പവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സാറേ. സാറിനെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സാറിനെ തുടർന്ന് സംസാരിക്കാം. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അരോമ ടിവിയുടെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺസൺ അവർക്ക് പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ കഴിഞ്ഞ 37 വർഷമായിട്ട് ആതുര സേവനത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും കർത്താവിൻ്റെ വയൽ പ്രദേശത്തും ഒരുപോലെ പ്രവർത്തിപ്പാനായിട്ട് ദൈവം സാവകാശം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ 1-2 സ്ലൈഡ് ഞാനൊന്ന് ഷെയർ ചെയ്തു കൊള്ളട്ടെ. ഞാൻ ഇപ്പോൾ തിരുവല്ല മെഡിക്കൽ മിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 18 വർഷം പരുമല ഹാർട്ടിൻ്റെ ഹോസ്പിറ്റലിലെ കുഞ്ഞുങ്ങളുടെ കാർഡിയോളജി ചീഫായിരുന്നു. 1200 കുഞ്ഞുങ്ങളെ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് എൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് വിടുവാനായിട്ട് ദൈവം സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 300 കുഞ്ഞുങ്ങളെ ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയകൾ, താക്കോൽദാര ശസ്ത്രക്രിയ വഴി കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ ഹോളുകൾ ഞാൻ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷനിലാണ് പ്രവർത്തിക്കുന്നത്. ലോകത്ത് കുഞ്ഞുങ്ങൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടാക്കുന്ന ഒരു രോഗമുണ്ട്, കാവസാക്കി എന്ന് പറയുന്ന രോഗം. അതിൻ്റെ ഇന്ത്യയിൽ ആദ്യമായിട്ട് 2010 ഞാൻ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ജനങ്ങളുടെ ഇടയിൽ അത് കൂടുതൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുകയും ഇങ്ങനെ രോഗമുണ്ടെന്ന് അറിവ് അവർക്കുണ്ടാക്കുവാനായിട്ടും കൂടിയാണ് ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയേക്കുന്നത്. കാരണം തുടക്കത്തിൽ ഇതിന് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഹൃദയധമനി വികസിക്കുകയും അത് ഡയലേറ്റ് ചെയ്ത് ഹൃദയസ്തംഭനം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ പല ഇന്നോവേഷൻസ് ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് ഈ കവസാക്കി രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്നും അതിൻ്റെ ഒരു ഇമ്മ്യൂൺ കോംപ്ലക്സ് വാസ്കുലൈറ്റിസ് ആണെന്നും അതിൻ്റെ ചില ചികിത്സാ വിധികളൊക്കെ കണ്ടുപിടിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞാൻ പറയും, ഗിഫ്റ്റ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകും. വലിയ ബുദ്ധിയും ജ്ഞാനവും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് ബുദ്ധിയും ജ്ഞാനവും തരും. നമ്മുടെ ജോലിയിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ബൈബിൾ കോളേജിൽ പഠിക്കുന്നവരോട് ഞാൻ ആദ്യമേ പറയും, നിങ്ങളുടെ ചെറിയൊരു ജോലിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാരണം ഫൈനാൻഷ്യലായിട്ടുള്ള ട്രബിൾ ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ ദൈവം നമ്മളെ പൂർണ്ണമായി വിളിക്കുമ്പോൾ, അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം പിന്നെ എന്നെ പുലർത്തുന്നത് ദൈവവും. അതുകൊണ്ട് ഒന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ വിളിച്ച് വേർതിരിച്ചവൻ മരുഭൂമിയിൽ കൂടെ നടത്തിയാലും അതിൻ്റെ നടുവിലും ദൈവം നമ്മളെ പുലർത്തുന്നവനാണെന്ന് നമ്മൾക്കറിയാം. കൈപ്പുള്ള വെള്ളം കിട്ടിയാലും മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പേ ദൈവം വെച്ചു പിടിപ്പിച്ച ഒരു മരം അതിൻ്റെ കൊമ്പ് ഒടിച്ചിട്ടാൽ മധുരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പൂർണ്ണ വിളിയിൽ നമ്മൾ സംതൃപ്തരാകുമ്പോൾ മരുഭൂമിയിലൂടെ യാത്രയിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മളെ കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി അവാർഡുകൾ കരസ്ഥമാക്കുവാൻ ദൈവം കഴിഞ്ഞ മാർച്ച് 10 ബോംബെയിൽ വെച്ച് നടന്ന മീറ്റിങ്ങിലും ഇന്ത്യയിൽ നിന്ന് 6 ഗവേഷകർ പ്രത്യേകമായ ഗവേഷണം പ്രസന്റ് ചെയ്തതിൽ ഫസ്റ്റ് പ്ലേസ് എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കുവാനും ഡോക്ടേഴ്സിന് പഠിക്കുവാനുമായിട്ട് ബുക്കുകളൊക്കെ എഡിറ്റ് ചെയ്യുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് 3-ാം ദിവസം എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് MBBS ഫൈനൽ ഇയർ MBBSന് എനിക്ക് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ MBBSന് ഗോൾഡ് മെഡൽ മേടിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു.
ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആശുപത്രി തിരുവല്ല മെഡിക്കൽ മിഷനാണ്. അതുപോലൊപ്പം തന്നെ ആസ്ട്ര മെഡിസിറ്റിയിലും ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷൻസ് ഒക്കെ അവിടെയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഈ ഫ്രീ പദ്ധതി, ഹൃദയം പദ്ധതി ഉള്ളതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഫ്രീ സർജറിയാണ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത്. എന്നാൽ ഞാൻ പരുമലയിൽ ഇരിക്കുമ്പോൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, ഏകദേശം 840 കുഞ്ഞുങ്ങളുടെ സർജറികൾ നമ്മുടെ ചർച്ചുകൾ അവരുടെ മനസ്സ് അലിഞ്ഞ് അനേക കുഞ്ഞുങ്ങളെ സഹായിച്ച് 2 ലക്ഷം രൂപ ആകുന്ന സർജറികളൊക്കെ 20,000, 30,000, 40,000 രൂപയ്ക്കുമൊക്കെ ശസ്ത്രക്രിയ ചെയ്തു കൊടുത്തത് ഏറ്റവും വലിയൊരു മിഷൻ ആയിരുന്നു പാവങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് എനിക്കറിയാം. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഉള്ളതുകൊണ്ട് ഫുൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് എന്നെക്കുറിച്ചുള്ള ചെറിയ ഇൻട്രഡക്ഷൻ. ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കേൾപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. So this life is given everyone a present, beautiful, shiny and new. Everyone but you. Golden ribbons, diamonds line everyone's path that leads to wide open doors. Everyone's but yours. Wide open doors. Hold on, keep on, even when the road seems very long. Open your eyes, even if it's cold now. There's one thing you should know. Rain will turn into snow. All the rain turns to snow. വി നീഡ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ഇൻ അവർ സൊസൈറ്റി. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർ മറ്റുള്ളവരുടെ മുള്ളുകളെ കണ്ട് മനസ്സിലാക്കുവാനും അതിന് അവരെ സ്നേഹിപ്പാനും നമുക്ക് കഴിയണം. വി ഹാവ് ടു ഓവർകം ഇറസിസ്റ്റബിൾ ഫ്രണ്ട്സ്. നമ്മളെ വളരെ ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ സ്നേഹം കൊണ്ട്, കർത്താവിനുള്ള സ്നേഹം കൊണ്ട് അവരെ ബഹുമാനിപ്പാനും സ്നേഹിപ്പാനും നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം. ഹൗ ഷാൽ ഹിയർ ദ ഗുഡ് ന്യൂസ് വിത്തൗട്ട് എ പ്രീച്ചർ? സുവിശേഷം നമ്മൾ അറിയിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ ശ്രവിക്കും? അപ്പൊ ദൈവം നമുക്ക് തരുന്ന നല്ല സാക്ഷ്യങ്ങൾ മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 10:14 പറയുന്നത്. നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ കേൾക്കും? അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സാക്ഷ്യങ്ങളിലൂടെ യേശു ജീവിക്കുന്നവനെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കുക എന്നുള്ളത്. 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ഫീറ്റ് ഓഫ് ദ പീപ്പിൾ ഹു പ്രീച്ച് ദ ഗോസ്പൽ. സുവിശേഷം അറിയിക്കുന്നവരുടെ കാൽപാദം എത്ര മനോഹരം. സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, സുവിശേഷം അറിയിക്കുമ്പോൾ ഒരു ഭവനത്തിൽ പോയി സുവിശേഷം അറിയിക്കുമ്പോൾ ആ ആള് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് കാലിലെ മണ്ണ് കുടഞ്ഞു കളയാമെന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും സുവിശേഷകരോട് പറയാറുണ്ട്, നിങ്ങൾ കാലിലെ മണ്ണ് കുടയണ്ട, നിങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. കാരണം സുവിശേഷം നിന്റെ ബിസിനസ് അല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ബിസിനസ്സാണ്. ദ ബിസിനസ് ഈസ് ബിലോങ്സ് ടു ഹോളി സ്പിരിറ്റ്. ദൈവം പ്രവർത്തിക്കും. അത് വർഷങ്ങൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും ദൈവം പ്രവർത്തിക്കും. 1987 ഒരു ECG ടെക്നീഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ പിതാവിനോട് എത്ര പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. പിതാവ് വളരെ പാരമ്പര്യ ക്രിസ്ത്യാനിയാ, സ്നാനത്തെക്കുറിച്ചൊന്നും പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. സാർ ഒരു പ്രാവശ്യം വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം അവിടുന്ന് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത്, ഞാൻ അന്ന് എനിക്കൊരു സ്കൂട്ടറേ ഉള്ളൂ, ആ സ്കൂട്ടറിൽ യാത്ര ചെയ്ത് 2 മണിക്കൂർ യാത്ര ചെയ്ത് ആ റാന്നിയുടെ പ്രദേശത്ത് ചെന്ന് അവരുടെ വീട്ടിൽ വൈകിട്ടത്തെ ആ പ്രാർത്ഥനയിൽ യേശുവിനെ കുറിച്ച് പറയുവാനും, ഞാൻ കർത്താവായ യേശുവിനെ സ്വീകരിച്ച ദിവസങ്ങളും, ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനി ആണെങ്കിലും ഇന്നും എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ
ഈ ഫുൾ ഗോസ്പൽ ക്രിസ്ത്യനിലേക്ക് ഇറങ്ങി തിരിച്ചത്. ബാക്കി എല്ലാവരും പാരമ്പര്യ ക്രിസ്ത്യാനിത്വത്തിൽ തന്നെ നിലനിൽക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് എന്നെ വഴി നടത്തുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് ആ പിതാവിനോട് ഞാൻ സ്നാനത്തെക്കുറിച്ചൊക്കെ പറയുകയും പ്രഭാതത്തിൽ അവിടെ നിന്ന് തിരിച്ചു വരികാനിടയായി. എന്നാൽ ഏകദേശം 7 വർഷത്തിന് ശേഷം എനിക്കൊരു എഴുത്ത് ലഭിക്കുവാനിടയായി. ആ എഴുത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സാറേ, അന്ന് ECG ടെക്നീഷ്യനായിട്ട് സാറിൻ്റെ ആശുപത്രിയിലെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഞാൻ വന്നല്ലോ. ഇന്ന് ഞാനും കുടുംബവും അമേരിക്കയിലാണ്. എൻ്റെ പിതാവും ഞങ്ങളോടൊപ്പം തന്നെ ഫുൾ ഗോസ്പൽ ചർച്ചിൽ സ്നാനപ്പെട്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ലെറ്റർ വായിച്ചപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാരണം ദ ബിസിനസ് ഈസ് ബിലോങ്സ് ടു ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മളാരും ഭാരപ്പെടേണ്ട, നമ്മുടെ കാലിലെ മണ്ണ് തട്ടിക്കളയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ നീ അറിയിച്ചാൽ ആ ദൈവം ഏറ്റെടുത്തോളും. ദൈവത്തിന്റെ ബിസിനസ്സാ. അവൻ തക്ക സമയത്തിന് ആ ആളിനെ ദൈവഭാഗത്തേക്ക് നയിക്കും. അത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കാൽപാദങ്ങൾ ഇരുണ്ടതായാലും നിങ്ങൾ കറുത്തിരുന്നാലും ഏത് സൗന്ദര്യം ഇല്ലാത്ത ഒരാളായാലും ദൈവം പറയുന്നത് സുവിശേഷം അറിയിക്കുന്നവരുടെ കാൽപാദം എത്ര മനോഹരം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൈവാനിലായിരിക്കുമ്പോൾ ഞാൻ 5 വർഷം ഞാൻ തൈവാന്റെ പ്രദേശത്ത് കുഞ്ഞുങ്ങളുടെ കാർഡിയോളജി കോഴ്സ് പഠിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അത് 24 രാജ്യത്ത് പീഡിയാട്രിക് സൊസൈറ്റിയാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. എല്ലാ രാജ്യത്തു നിന്നും ആപ്ലിക്കേഷനിൽ ഒരു ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കും. അങ്ങനെ 98-ൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തു. ബാക്കിയുള്ള രാജ്യത്തിലെ സെലക്ഷൻ വന്നപ്പോൾ എനിക്ക് ലഭിച്ചില്ല. പക്ഷെ ശനിയാഴ്ച ഞങ്ങൾക്ക് ചർച്ചിൽ ഒരു പ്രയർ ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, ഞായറാഴ്ചത്തെ പ്രാർത്ഥനയുടെ ഒരു ബലം ശനിയാഴ്ച വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുമ്പോൾ പിറ്റേ ഞായറാഴ്ചത്തെ ആരാധന വളരെ ശക്തമായിരിക്കും. നമ്മൾ വിഷയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്ന അവരവരുടെ പ്രാർത്ഥന പോലും, അതായത് യോബ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന് തൻ്റെ ജീവിതത്തിൽ ഇരട്ടി അനുഗ്രഹങ്ങൾ ലഭിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം ആരാഞ്ഞറിഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് വിദേശത്ത് പോയി പഠിക്കുവാനായിട്ട് പ്രത്യേകം കാശില്ല, ഇതിനൊരു വഴി ഒരുക്കണം. 99-ൽ വീണ്ടും അങ്ങനെ തന്നെ അവർ തിരഞ്ഞെടുത്ത് ആപ്ലിക്കേഷനിൽ 24 പീഡിയാട്രിക് സൊസൈറ്റി, അതായത് ഇന്ത്യൻ പീഡിയാട്രിക് സൊസൈറ്റി, സിലോൺ പീഡിയാട്രിക് സൊസൈറ്റി, തായ്ലാൻഡ് സൊസൈറ്റി, അങ്ങനെ 24 സൊസൈറ്റിയിൽ നിന്ന് 24 ആപ്ലിക്കേഷന് അവരെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ പേര് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. അപ്പൊ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. എനിക്ക് അന്ന് നമ്മുടെ ഇമെയിൽ ഉള്ള പോലൊന്നും ഇല്ല, അന്ന് ഫാക്സ് ആണ്. ആ ഫാക്സ് സന്ദേശത്തിൽ എനിക്ക് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യു ആർ ദ ലക്കിയസ്റ്റ് വിന്നർ ടു റിസീവ് ദ ഫെലോഷിപ്പ് വിത്ത് അക്കോമഡേഷൻ ആൻഡ് എയർ ടിക്കറ്റ് ആൻഡ് പെർ മന്ത് $1,000 സ്റ്റൈപ്പൻഡ്. $1,000 1999 എൻ്റെ ചെലവ് സഹിതം ദൈവം പ്രൊവൈഡ് ചെയ്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മദ്രാസിൽ എയർപ്ലെയിൻ കയറാൻ ഞാൻ ബോർഡിംഗ് പാസ് മേടിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, സാറേ ഇന്ന് പ്ലെയിൻ എല്ലാം ഫുൾ ബുക്കിംഗ് ആണ്, സാറിന് ടിക്കറ്റ് ബോർഡിംഗ് പാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, സാർ അവിടെ അല്പസമയം നിൽക്കണമെന്ന് പറഞ്ഞു. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എക്കണോമി സീറ്റ് എല്ലാം ഫുള്ളായി, സാറേ എൻ്റെ ബോർഡിംഗ് പാസ് എക്കണോമി സീറ്റാ, പക്ഷേ ബിസിനസ് ക്ലാസ്സിൽ ഒരു സീറ്റ് ഉണ്ട്, അത് സാറിന് തരാനായിട്ട് ഞങ്ങളുടെ മാനേജർ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത വഴിയിൽ വിട്ടപ്പോൾ ദൈവം ബിസിനസ് ക്ലാസ്സിൽ തന്നെ നമ്മളെ യാത്ര ചെയ്യിപ്പിച്ച് അവിടെ കൊണ്ടുപോയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ 3% ക്രിസ്ത്യൻസ് ഉണ്ട്. അതിൽ 1% പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യനാണ്, 2% കാതലിക് ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻസ് ആണ്. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് രാജ്യമാണെങ്കിലും ചൈനയുടെ അതോറിറ്റിയിലാണെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട് സുവിശേഷം അറിയിക്കുവാൻ. അത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ ചർച്ചകളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പോകുന്നു. ഞാൻ 3 വർഷത്തോളം അവിടുത്തെ ഇവാഞ്ചലിസം കോർഡിനേറ്ററായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞായറാഴ്ച ദിവസം ഞങ്ങൾ റെയിൽവേ ട്രെയിൻ സ്റ്റേഷനിൽ 4 ദിക്കിൽ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ്
സൗത്ത് ഗേറ്റിൽ പോകാനായിട്ട് ഞങ്ങൾ കൈകൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് 3-4 പേരായിട്ട് തിരിയും. അങ്ങനെ ഒരു ദിവസം 4-5 ഫോറിൻ ഓവർസീസ് വർക്കേഴ്സെങ്കിലും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ 2004 അവിടെ നിന്ന് വിരമിക്കുമ്പോൾ എൻ്റെ കണക്കുകൂട്ടലിൽ ഏകദേശം 700-ൽ പരം ഫോറിൻ ഓവർസീസ് വർക്കേഴ്സ് യുവജനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഇടയാക്കിയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് റോമർക്കെഴുതിയ ലേഖനം 8:10-9 ഇപ്രകാരം പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ആണെന്ന്, അതുപോലെ തന്നെ അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് വാഗൊണ്ട് വിശ്വസിക്കുകയും മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാഗൊണ്ട് തന്നെ ഏറ്റു പറയണം. ഞാൻ രോഗികളോടൊക്കെ സുവിശേഷം പറയുമെങ്കിലും ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ആകാം, അതല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ചുണ്ടുകൾ കൊണ്ട് തന്നെ കർത്താവ് യേശുക്രിസ്തു ആണെന്നും അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എൻ്റെ പാപത്തിന് പരിഹാരമായി ആ കർത്താവ് യേശുക്രിസ്തുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നുവെന്ന് ചുണ്ടുകൾ കൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിൽ, നിന്റെ വാഗൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിൽ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന ആ വലിയ ഒരു സന്തോഷം അനേകര് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾ അവിടുത്തെ ഡീറ്റൻഷൻ സെല്ലിൽ പോകുമായിരുന്നു. അത് ഒരു ഡീറ്റൻഷൻ സെൽ എന്ന് പറയുമ്പോൾ ഈ വിസയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വിസ പ്രൊലോങ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അറസ്റ്റിലായി പോയവരാ. എന്നാൽ ക്രിമിനൽ ജയിലിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ല. സിവിൽ ജയിലിൽ ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ പോയി അരമണിക്കൂർ പാട്ടുപാടി പ്രാർത്ഥിക്കുകയും യേശുവിനെ കുറിച്ച് പറയുകയും ചെയ്യുന്ന അനുഭവം ഞാൻ ഓർക്കുമായിരുന്നു. അന്ന് പലരും കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് 3 വർഷം കഴിഞ്ഞ് എനിക്ക് ഇപ്രകാരം ഒരു ഇമെയിൽ, അന്ന് വീണ്ടും ഇമെയിൽ തുടങ്ങി. എനിക്ക് തോന്നുന്നു സത്യം ഒക്കെ ആയിരുന്നു അന്നത്തെ ഇന്ത്യയിലെ ഇമെയിലുകാർ. ആ ഇമെയിൽ സന്ദേശത്തിൽ എനിക്ക് ഇങ്ങനെ ഇപ്രകാരം ലഭിച്ചു, സാറ് ഞാനന്ന് ജയിലിൽ കിടക്കുമ്പോൾ ആരാധന നിങ്ങളുടെ ചർച്ചിൽ നിന്ന് വന്ന് ആരാധന കോർഡിനേറ്റ് ചെയ്ത് നടത്തിയത് സാറിന് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരുന്നു. ഇനി ഞാൻ ഫിലിപ്പീൻസിലെ മാനില എന്ന് പറയുന്ന സ്ഥലത്ത് ബൈബിൾ കോളേജിലെ 3-ാം വർഷത്തെ ബൈബിൾ കോളേജ് വിദ്യാർത്ഥിയാണെന്നും പറഞ്ഞ എഴുത്ത് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിച്ചു. അത് ഞാൻ എന്തിനാ ഈ 2 സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, സുവിശേഷ വേലക്കാർ ഒരിക്കലും നിരാശപ്പെടരുത്. ഞാൻ പറയുന്ന വാക്കുകൾ അവർ അംഗീകരിച്ചില്ലല്ലോ, അവർ യേശുവിനെ സ്വീകരിച്ചില്ലല്ലോ, യേശുവിനെ തിരസ്കരിച്ചല്ലോ എന്ന് പറഞ്ഞ മനസ്സിൽ ഒരു വിഷാദത്തിന്റെ ചിന്ത ഒരിക്കലും കടന്നു വരരുത്. തീർച്ചയായും ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു വരാം. ഏലിയാവിന്റെ ജീവിതത്തിൽ പോലും ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ച് തീയിറക്കിയ ഏലിയാവിന് പോലും ഇസബേലിന്റെ മുമ്പിൽ ഭയപ്പെട്ട് ഓടിപ്പോയി ഇന്ന് ഞാൻ മരിപ്പാൻ ഇച്ഛിക്കുന്നു എന്ന് ചൂരച്ചെടിയുടെ തണലിലിരുന്ന് ദൈവത്തിന്റെ ദാസന്മാരും പറയും. അതിനുള്ള അവസരങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാകാം. പക്ഷെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ 55:22 പറയുന്നത് പോലെ എല്ലാ ഭാരങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക, നീതിമാന്മാർ ഒരിക്കലും കുലുങ്ങി പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഞാൻ പറയും, കുലുങ്ങി പോകുന്നവർ നീതിമാന്മാരല്ല, കുലുങ്ങാത്തവർ നീതിമാന്മാര്. ദൈവം ഒരിക്കലും നമ്മളെ കുലുങ്ങി പോകുവാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ട് ഭാരപ്പെടാൻ പാടില്ല. സുവിശേഷം കർത്താവിന്റെ വേലയാ, പരിശുദ്ധാത്മാവിന്റെ വേലയാ. അത് നീ ഒന്ന് തൊട്ടാൽ എന്നെങ്കിലും പ്രവർത്തിക്കും. അവനെ എപ്പോഴെങ്കിലും തൊടും. ആ തൊട്ടാൽ ദൈവഭാഗത്തേക്ക് കടന്നു വരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്യും. ഞാൻ തൈവാൻ ഓർത്തപ്പോൾ തൈവാനിലെ ഒരു സംഭവം കൂടി ഓർത്തു പോവുകയായിരുന്നു. ഒരു ദിവസം രാവിലെ എൻ്റെ മെഡിക്കൽ കോളേജിൽ ഞാൻ പഠനത്തിനായി കടന്നു ചെന്നപ്പോൾ ഒരു ഡെഡ് ബോഡി വളരെ സെക്യൂരിറ്റി സന്നാഹത്തോടുകൂടി കടന്നു വരുന്നത് കണ്ടു. ആ ബോഡിയിൽ ഇങ്ങനെ ആംബു ചെയ്യുന്ന കണ്ടു, എയർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് മനസ്സിലായി മനുഷ്യന് കൃത്രിമ ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ജീവൻ കാണും. രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ വിടാനായിട്ട് കൊണ്ടുവരായിരിക്കാം. പക്ഷെ ഉടനെ ഞാൻ ഒരു സെക്യൂരിറ്റി നടന്നു വരുമ്പോൾ ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ സാർ അത് അറിഞ്ഞില്ലേ, ഇവനൊരു നൊട്ടോറിയസ് ക്രിമിനൽ ആയിരുന്നു. തൈവാന്റെ ഗവൺമെന്റിന്റെ നിയമപ്രകാരം അവനെ ഇന്നലെ ഷൂട്ട് ചെയ്തു.
അവനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുക. സാറേ, ഇന്ന് പത്രത്തിലെല്ലാം വലിയ ന്യൂസാ, സാറൊന്ന് വായിച്ചാട്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ലൈബ്രറിയിൽ പോയി ആ ചൈന പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പേപ്പറുണ്ട്. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അന്ന് അതിൻ്റെ എഡിറ്റർ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ബുദ്ധിസ്റ്റ് രാജ്യത്തിലെ ഒരു ഇംഗ്ലീഷ് പേപ്പറിൻ്റെ എഡിറ്റർ ഒരു ക്രിസ്ത്യാനിയായിട്ട് ആയിരിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അല്പമെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അതിലെ പേപ്പറിൻ്റെ മുകളിൽ 3 ഇഞ്ച് കനത്തിൽ, 1.5 ഇഞ്ച് കനത്തിൽ നമ്മുടെ ഈ മലയാള മനോരമയിൽ വലിയ ഹെഡിങ് വരുന്നത് പോലെ വലിയൊരു ഹെഡിങ്, നൊട്ടോറിയസ് ക്രിമിനൽ മിസ്റ്റർ ചെൻ എക്സിക്യൂട്ടഡ്. അതിൻ്റെ അടിയിൽ കുഞ്ഞ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്, ബട്ട് ഹി ടേൺസ് ടു ഗോഡ്. എന്നാൽ അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ള ഒരു ചെറിയ ലൈൻ, റീഡ് പേജ് നമ്പർ 8 എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ 8ാം പേജ് വളരെ വേഗത്തിൽ ഒന്ന് നോക്കി, എന്താ സംഭവം, എങ്ങനെ ഈ നൊട്ടോറിയസ് ക്രിമിനൽ കർത്താവിലേക്ക് വന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ഈ നൊട്ടോറിയസ് ക്രിമിനല് ഏകദേശം 35-ൽ പരം VVIP, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസിനെ കിഡ്നാപ്പ് ചെയ്ത് കൊന്ന ഒരു വ്യക്തിയെ. അതായത് ടെലിവിഷൻ സ്റ്റാർ മുതൽ ടെലിവിഷനിലെ ന്യൂസ് റീഡർ മുതൽ വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വരെ ഇവൻ കിഡ്നാപ്പ് ചെയ്ത് കൊല്ലും. ഗവൺമെന്റ് ഏകദേശം $10,000 അവന്റെ തലയ്ക്ക് വെച്ചെങ്കിലും ആർക്കും അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അവൻ അത്രയ്ക്ക് ഷ്രൂഡായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പോലീസിനെ പോലും വെട്ടിച്ചു പോകുന്ന വ്യക്തിയായിരുന്നു. അവസാനം അവൻ സൗത്ത് ആഫ്രിക്കൻ എംബസി ഒഫീഷ്യലിനെയും ഭാര്യയെയും കൂടി കിഡ്നാപ്പ് ചെയ്തു. അതായിരുന്നു ലാസ്റ്റ് ഇൻസിഡന്റ്. അവനൊരു വീട്ടിൽ കൊണ്ടുവന്ന് കിഡ്നാപ്പ് ചെയ്ത് വെച്ചു. 3-ാം ദിവസം ഈ ഭാര്യ, സൗത്ത് ആഫ്രിക്കൻ എംബസി ഒഫീഷ്യലിന്റെ ഭാര്യ സൗത്ത് ആഫ്രിക്കയിലെ ഒരു വിശ്വാസിയായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഒത്തിരി വിശ്വാസ സമൂഹമുണ്ട്. നമ്മളെക്കാളും ഒക്കെ വളരെ ആത്മീയരാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവപ്പെടുകയും അനേകർ സൗഖ്യമാകുകയും ഈ ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് എല്ലാവരും ഈ വാചകം അടിച്ച് പറയുന്നതല്ലാതെ ആ ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റിന്റെ ഓപ്പറേഷൻസ് ജനങ്ങൾ എത്രമാത്രം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ അവിടെയുള്ള ചർച്ചകൾ അപ്രകാരം ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാ. റെയ്നാർഡ് ബോങ്കെ മരിച്ചുപോയ ഒരു ഇവാഞ്ചലിസ്റ്റ് ആക്സിഡന്റിൽ മരിച്ചുപോയ ആളിന്റെ ബോഡി ഉയർത്തെഴുന്നേൽക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും സംഭവിക്കും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ അടയാളങ്ങളെയും ചെയ്യുന്ന ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റിന്റെ ഒരു ഗിഫ്റ്റ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അങ്ങനെയുള്ള ഒരു ചർച്ചിലെ ഒരു ദൈവദാസിയായിരുന്നു. ആ ദാസി ഓടിച്ചെന്നിട്ട് ഈ മിസ്റ്റർ ചെന്നിനെ ഒന്ന് കുലുക്കിയിട്ട് പറഞ്ഞു, ഹേ മിസ്റ്റർ ചെൻ, എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. ഐ വാണ്ട് ടു ടെൽ വൺ തിങ്. യേശുവോ ഐനി. മാൻഡറിൻ ഭാഷയിൽ പറയുന്നത് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നാ. യേശുവോ ഐനി, ജീസസ് ലവ്സ് യു. 2-3 വാക്കേ ഉള്ളെങ്കിലും, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് 3 വാക്കേ ഉള്ളെങ്കിലും അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ തീയമ്പുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ ഗ്ലോറി, ഹല്ലേലൂയ. നിന്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരില്ല. യശയ്യാപ്രവചനത്തില് 50-ന്റെ 11-ഉം 12-ഉം വായിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ, 10-ഉം 11-ഉം 12-ഉം പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. ഒരിക്കലും ആ വചനം വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. അതതിൻ്റെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചേ മടങ്ങി വരൂ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ ഒരു തീയമ്പ് ഏറ്റ പോലെ ആയിപ്പോയി. അവൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല, കൂട്ടുകാരെന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ ബന്ധുമിത്രാദികൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ ടീച്ചേഴ്സ് എന്നെ സ്നേഹിച്ചിട്ടില്ല. ഇപ്പോൾ ഈ സഹോദരി പറയുന്നു, എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട്, അത് വേറെ ആരുമല്ല, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു ആണെന്ന് അദ്ദേഹം തൻ്റെ വാ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ അദ്ദേഹം കിടുകിട വിറയ്ക്കുവാൻ തുടങ്ങി. പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും $1 എൻ്റെ തലയ്ക്ക് വെക്കണ്ട, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഐ സറണ്ടർ ടു യു എന്ന് പറഞ്ഞു. ആ പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്തു. ഇവരെ റിലീസ് ചെയ്തു. ഇവനെ ക്രിമിനൽ ജയിലിലേക്ക് മാറ്റി. ഞങ്ങളുടെ പാസ്റ്ററിന് ക്രിമിനൽ ജയിലിൽ പോകാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം അവിടുത്തുകാരനാണ്. അദ്ദേഹം ഒരു പ്രാവശ്യം ആ ക്രിമിനൽ ജയിലിൽ പോകുവാനിടയായി. നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ക്രിമിനൽ ജയിലിൽ ചെല്ലുമ്പോഴും വലിയ വലിയ കൃത്യം ചെയ്തവരാണ്. അവരെ ഒരിക്കലും മാനസാന്തരപ്പെടുത്താൻ കഴിയുമോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. അവരെ വെടുപ്പാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമോ എന്ന് പോലും നമ്മൾ ചിന്തിക്കും. നമ്മൾ വലിയ നീതിമാന്മാരാണ്,
നമ്മളെ മാത്രമേ യേശുവിന് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ നിഷ്ഠൂര പാപം ചെയ്ത് 35-40 പേരെ കൊന്ന ഒരു വ്യക്തിക്ക് പോലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ കഴിയും. തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിപ്പാൻ കഴിയും. അത് യശയാപ്രകാരം 1:18 പറയുന്നത്, നിന്റെ പാപം കടും ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ദൈവം. Even though your sins are like a crimson red, he can make it as a white as snow. അദ്ദേഹം അങ്ങനെ ജയിലിന്റെ മുമ്പിൽ കൂടെ കടന്നു പോയപ്പോൾ അനേകര് നിരാശയിലെ എഴികളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുമെന്ന് സങ്കീർത്തനത്തിൽ ദൈവം പറയുന്നുണ്ട്. നീ സുവിശേഷം അറിയിക്കുമ്പോൾ നിനക്ക് പോലും നിന്റെ കണ്ണിൽ പെടാൻ കഴിയാത്ത ആണിപ്പഴുതുള്ള കരകൾ കേൾക്കുന്നവരുടെ താടിയിൽ പിടിച്ചു ഉയർത്തും. കുനിഞ്ഞിരിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം. അദ്ദേഹം ഈ എഴികളിൽ പിടിച്ചിരിക്കുന്ന വ്യക്തികളോട് പറഞ്ഞു, പേരെന്താന്നൊന്നും ചോദിച്ചില്ല, എനിക്കൊരു കാര്യം പറയുവാനുണ്ട്, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പക്ഷെ ഈ ചെന്നെന്ന് പറയുന്ന മനുഷ്യൻ അവിടെ മുട്ടിന്മേൽ വീണ് നിലവിളിക്കുവാൻ തുടങ്ങി. ഈ സഹോദരി പറഞ്ഞത് മാത്രമല്ല, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ദേവദാസനും പറയുന്നു, ഒരുവനുണ്ട്, ലോകം മുഴുവനും നിന്നെ തിരസ്കരിച്ചാലും ലോകം മുഴുവനും നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും യേശു തമ്പുരാനുണ്ട് സ്നേഹിപ്പാൻ എന്ന് പറയുന്ന വാക്കിന്റെ മുമ്പിൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോട് പോലും സത്യം പറയാത്ത അനേക നഗ്ന സത്യങ്ങൾ ഈ പാസ്റ്ററിനോട് പറയുകയുണ്ടായി. ഇന്നും ആ പുസ്തകം അടിച്ചിറക്കിയിട്ടുണ്ട് ദൈവാന്റെ ദേശത്ത് അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തലേദിവസം അദ്ദേഹം പാസ്റ്റർ കടന്നുപോയി. എന്തെങ്കിലും അവസാനമായി ആഗ്രഹമുണ്ടോ? ഇന്ത്യയിലെ പോലെ ദയാഹർജിയൊന്നുമില്ല. തലയിൽ കറുത്ത തുണി ഇട്ടിട്ട് വെടിവെച്ച് കൊല്ലും. ഇന്ത്യയിലാണെങ്കിൽ സെക്ഷൻ 303 IPC എന്ന് പറഞ്ഞ പോലെ ഹാങ്ങിങ് ആണ്. എന്നാൽ അവിടെ കറുത്ത തലയിൽ തുണി ഇട്ടിട്ട് വെടിവെച്ച് കൊല്ലുക ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് തലേദിവസം ചെന്ന് ചോദിച്ചു, എന്താ ആണ് അങ്ങയുടെ ആഗ്രഹം? പറഞ്ഞു, എനിക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട് സാറേ. ഒന്ന്, എനിക്ക് എൻ്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുണ്ട്. ഈ പറഞ്ഞ സത്യം അവരും കൂടെ സാറെ ഒന്ന് അറിയിക്കണം. സാറിൻ്റെ സഭയിൽ വരുവാൻ അനുവദിക്കണം. ഞാൻ പലപ്പോഴും സഭാ ശുശ്രൂഷന്മാരോട് പറയും, നിങ്ങളാരും വലിച്ചഴച്ച് നിങ്ങളുടെ സഭയിലേക്കൊന്നും ആരെയും കൊണ്ടുവരണ്ട. ഇദ്ദേഹം പറഞ്ഞില്ല എൻ്റെ സഭയിൽ കൊണ്ടുവരണമെന്നോ വിടുകണമെന്നോ. പക്ഷെ സ്വന്തം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തോന്നിക്കും, അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ നിലനിൽക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൂടി സാറ് അംഗീകരിക്കണമേ എന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നാഷണൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിൽ കൊടുക്കണം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. മൂന്നാമത് പറഞ്ഞു, ഗവൺമെന്റിന്റെ നിയമപ്രകാരം എന്നെ നാളെ അവർ വെടിവെച്ച് കൊല്ലും സാറേ. ഗവൺമെന്റിന്റെ നിയമപ്രകാരം ഞാൻ ഇന്ന് ഇവിടെ നാളെ മരിക്കുകയാണ്. പക്ഷെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എനിക്ക് പൂർണ്ണ പ്രത്യാശയുണ്ട്. ഞാൻ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് ഞാൻ മരിച്ചാലും എൻ്റെ ഉടയവൻ്റെ അടുക്കിലേക്ക് സ്വർഗത്തിൽ ഞാൻ ആ നിമിഷം ചെല്ലുമെന്നുള്ള വലിയ പ്രത്യാശ ഈ മിസ്റ്റർ ചെൻ എന്ന് പറയുന്ന വലിയ കൊലയാളി, അതാണ് പത്രത്തിൽ വന്നത്, മിസ്റ്റർ ചെൻ എക്സിക്യൂട്ടഡ് ബട്ട് ഹീ ടേൺസ് ടു ഗോഡ് എന്ന് പറയുന്ന കഥ. അന്നത്തെ പേപ്പർ ഞാൻ വിലയ്ക്ക് വാങ്ങിയത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ സാക്ഷ്യത്തിൽ പറഞ്ഞത് തീർച്ചയായും വിശ്വസിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും കൊടുക്കുവാനായിട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്നത് ആംബു ബാഗ് ചെയ്ത് വേണം കൊണ്ടുവരാൻ. കാരണം എന്തെങ്കിലും മാത്രമേ അവയവങ്ങൾ കൊടുക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അവയവങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞവരാരും സ്വീകരിച്ചില്ല. കാരണം അനേകരെ കൊന്നവന്റെ കോർണിയ ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അനേക കൊലയാളികളെ കൊന്നവന്റെ ലിവർ ഞാൻ എടുത്തു വെച്ചാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ പാപം കടും ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിഞ്ഞാൽ, എത്ര പാവത്താൽ ഇരുന്ന കോർണിയാണെങ്കിലും ദൈവം ശുദ്ധീകരിച്ചതാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കൊലയാളിയുടെ എന്നില്ല, ഇന്നാളുടെ എന്നില്ല. അത് ദൈവം ശുദ്ധീകരിച്ച അവയവം തന്നെ. ദൈവം നിന്റെ ആത്മീയ ജീവിതം മാത്രമല്ല,
നിന്റെ ശരീരത്തിലെ അവയവത്തെ കൂടി ശുദ്ധീകരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ സ്വന്തം നാവ് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ നിനക്ക് കഴിഞ്ഞാൽ, നാളെ ഇന്ന് നീ ആക്സിഡന്റിൽ മരിച്ചാൽ പോലും ആയിരക്കണക്കിന് ദൂതന്മാര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്റെ ആത്മാവിനെയും ദേഹിയെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ വലിയ പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. ഞാൻ വീണ്ടും അല്പസമയം സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും പറയും, ഒരുവൻ യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞങ്ങൾ ആരും സുവിശേഷം അറിഞ്ഞിട്ടില്ലെങ്കിലും, കർത്താവ് സൃഷ്ടിച്ച സൃഷ്ടികളെ കണ്ട് ദൈവം ജീവിക്കുന്നവനെന്ന് അറിയണം. ദാറ്റ് ഈസ് കോൾഡ് ലുക്ക് അറ്റ് ഹിസ് ക്രിയേഷൻ. ഇവിടെ പറയുന്നുണ്ട്, there is no excuse എന്നാ പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 1:20 പറയുന്നത്, നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ there is no excuse because there is enough evidence. ധാരാളം തെളിവുകൾ അവന്റെ ശക്തിയെക്കുറിച്ചും അവൻ ഇന്നും പ്രസൻസ് ആണെന്ന്, ഹിസ് എക്സിസ്റ്റൻസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത് കൊണ്ട് ഒരുവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിലും അവന്റെ ചുമതലയാണ് അവൻ സൃഷ്ടിച്ച ജീവജാലങ്ങളെ കണ്ട് ഇതിന്റെ പുറകിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കണം. യോബിന്റെ പുസ്തകം 38:39 പറയുന്നതുകൊണ്ട്, ലുക്ക് അറ്റ് ദ സ്റ്റാർസ് ആൻഡ് ദ സീ ഫോർ ദ എവിഡൻസ് ഓഫ് ഹിസ് പ്രസൻസ്. നീ നക്ഷത്രങ്ങളെയും ഈ കടലുകളെയും ഒന്ന് നോക്ക്, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടെന്ന് നിനക്ക് മനസ്സിലാകുമെന്ന് പറയാറുണ്ട്. യോബിന്റെ പുസ്തകം 14:7 പറയുന്നുണ്ട്, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, മനുഷ്യർക്ക് പ്രത്യാശയില്ല. ഇഫ് ഇറ്റ് ഈസ് കട്ട് ഡൗൺ ഇറ്റ് വിൽ സ്പ്രൗട്ട് അഗെയിൻ. അത് മുറിച്ചിട്ടാൽ വീണ്ടും കിളിർക്കുമെന്നേ. അത് മണ്ണിൽ കെട്ടുപോയാലും, അതായത് കൽക്കരി പോലെ കറുത്തു പോയാലും, വർഷങ്ങൾ കഴിഞ്ഞാലും അതിന്റെ തടികൾ കരിയായി കോളായിട്ട് കൊണ്ടുവന്നാലും അതിൽ നിന്നൊരു പച്ചല വരുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? യെസ്, there is a possibility to sprout the green leaf from the dead wood. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് വൃക്ഷമായാൽ ഒരു പ്രത്യാശ ഉണ്ടെന്ന് പറയുന്നത്. Stump may die, can become like a coal, still with a scent of water. It will sprout again. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് കിളിർക്കാൻ കഴിയും. വെള്ളത്തിന് മണമൊന്നുമില്ല, പക്ഷെ വെള്ളത്തിന്റെ ഒരു സ്പർശനം മാത്രം മതി. പരിശുദ്ധാത്മാവിന്റെ ഒരു തൊടിയിൽ മതി. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമാണെങ്കിലും ശ്രേഷ്ഠ ദൈവത്തിന്റെ ദാസന്മാർ അവരുടെ രോഗത്തിന് വേണ്ടി, ഭാരത്തിന്, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ഗന്ധം കൊണ്ട് കിളിർപ്പിക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണങ്ങി കരിഞ്ഞു പോയെന്ന് പറഞ്ഞാലും വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് തരുവാൻ കഴിയുന്ന ദൈവമുണ്ട്. ഒരു മരത്തിന് പ്രത്യാശ ഉണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രത്യാശയാ? നമുക്ക് ഈ ലോകത്തിലെ സൃഷ്ടിജാലങ്ങളെ കണ്ടിട്ട് അതിലൊന്ന് വിശ്വസിപ്പാൻ കഴിയുന്നില്ലേ? എന്തുകൊണ്ട് ഈ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്? എൻ്റെ ശരീരം കരിഞ്ഞ് കൽക്കരി ആയാലും അതിൽ നിന്നൊരു പച്ചല കിളിക്കാൻ കഴിയുമെന്ന് ആ മരത്തിന് പ്രത്യാശ വന്നതിന്റെ കാരണം യെശയ്യാപ്രവചനം 55:12 എഴുതിയിട്ടുണ്ട്. പർവ്വതങ്ങൾ നീ സമാധാനത്തോടെ പോകും, പർവ്വതങ്ങൾ പൊട്ടി ആർക്കും, കുന്നുകൾ ആർത്തു വിളിക്കും, വൃക്ഷങ്ങളുടെ ഇലകൾ കൈകൊട്ടുമെന്നാ പറയുന്നത്. ഇലകള് കാറ്റിന്റെ ശക്തിയാല് മടങ്ങുകയും നൂരുകയൊക്കെ ചെയ്യും. പക്ഷെ സൃഷ്ടി ജീവജാലങ്ങൾക്ക് പോലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനം എഴുതിയിരിക്കുന്നത് അവർ ഇലകൾ കൈകൊട്ടി ദൈവത്തെ സ്തുതിക്കുമെന്ന്. അങ്ങനെ ഒരിക്കൽ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ കെട്ടുപോയാലും ഒരു കരിക്കഷ്ണമായാലും പരിശുദ്ധാത്മാവിന്റെ ഗന്ധം കൊണ്ട് കിളിർപ്പിക്കുവാൻ കഴിയും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ആരും ഈ പിക്ചർ കണ്ടു കാണുമെന്ന് എനിക്കറിയത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഹൃദയം
ആർക്കാണെന്ന് ചോദിച്ചാല് നിങ്ങൾ പറയും പട്ടിണിയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഭക്ഷണം കൊണ്ട് തന്നത് എൻ്റെ ഹൃദയമാണെന്ന്. അത് വലിയ ഹൃദയമാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഏറ്റവും വലിയ ഹൃദയം ഈ ബ്ലൂ വെയിൽ എന്ന് പറയുന്ന വെയിലിനാണ്. അത് നീലത്തിമിംഗലത്തിന്റെ ഹൃദയത്തിന് 50 കിലോ വരും, ഹാഫ് എ ടൺ. മനുഷ്യന്റെ ഹൃദയത്തിന് 450 ഗ്രാമേ ഉള്ളൂ, ഹാഫ് എ kg ഉള്ളൂ കേട്ടോ. എന്നാൽ ഇതിന് 50 കിലോ വരും, 100 ടൈംസ് വലുതാ. ഇതിന്റെ സൗണ്ട് കേൾക്കണമെങ്കിൽ ഗൂഗിളിൽ ബ്ലൂ വെയിൽ ഹാർട്ട് ബീറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് ഓഡിയോ ക്ലിപ്പിൽ കേൾക്കാം. പള്ളിയിലെ ബെല്ലടിക്കുന്ന പോലെ കേൾക്കാം. 1 മിനിറ്റിൽ 3 പ്രാവശ്യമേ അടിക്കത്തുള്ളതെന്ന് പറഞ്ഞത്. 3 മുതൽ 10 വരെയാണ്. 8 മുതൽ 10 ഞാൻ എഴുതിയെങ്കിലും ചില ബ്ലൂ വെയിലിന്റെ 3 പ്രാവശ്യം അടിക്കത്തുള്ളൂ. ഈ 3 പ്രാവശ്യം അടിച്ചാലും ഒറ്റ പ്രാവശ്യം തന്നെ 220 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് കഴിയും. ഈ 50 കിലോ ഉള്ള ഒരാളിനെ നിനക്ക് പൊക്കാൻ പറ്റത്തില്ല. ഈ ബ്ലൂ വെയിലിന്റെ ശരീരത്തുള്ള 50 കിലോ ഉള്ള ഹൃദയം ഒന്ന് കൺട്രാക്ട് ചെയ്യണമെങ്കിൽ, ഒന്ന് ചുരുക്കി 220 ലിറ്റർ അടിപ്പിക്കണമെങ്കിൽ അവിടെ ദൈവമക്കളെ ഒരു മോട്ടറും ഇല്ല. മനുഷ്യന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം തുടങ്ങുന്നത് ഗർഭാശയത്തിൽ 3 ആഴ്ചയാകുമ്പോഴാണ്. അതുവരെ ഹൃദയമില്ല. അത് മനുഷ്യൻ വിശ്വസിക്കാനാണ്. കാരണം ആ സമയത്ത് ഓടുന്നതും ദൈവത്തിന്റെ രക്തമാണ്. ദൈവം ഒരു തുള്ളി ബ്ലഡ് മജ്ജയ്ക്കകത്ത് ആക്കി വെച്ചിട്ട് അമ്മമാരുടെ ഗർഭപാത്രത്തിൽ ദൈവം ഒരു തയ്യക്കാരനെ പോലെ, സങ്കീർത്തനം 139:13 പറയുന്നുണ്ട്, അവൻ തയ്യക്കാരനെ പോലെ, ലൈക്ക് എ ടൈലർ ഹി വിൽ സ്റ്റിച്ച് it together and put it into the womb of the mother എന്നാ പറയുന്നത്. അവൻ തയ്യക്കാരനെ പോലെ തയ്ച്ച് മെനഞ്ഞു വെക്കും. സയൻസ് പഠിക്കുമ്പോൾ അവരമ്മയുടെ ഒരു തുള്ളി ബ്ലഡ് ഈ ഭ്രൂണത്തിലേക്ക് എത്തത്തില്ല. പ്ലാസന്റ വഴി ഓക്സിജനും ഭക്ഷണവും മാത്രമേ എത്തത്തുള്ളൂ. ആരുടെയോ ഒരു കുഞ്ഞിനെ വളർത്താൻ ഓക്സിജനും ഭക്ഷണവും കൊടുക്കാൻ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ വെക്കുന്നു. ആരുടെയോ ഒരു കുഞ്ഞെന്ന് ചോദിച്ച് ആരുടെയാന്ന് ചോദിച്ചാൽ സർവശക്തനായ ദൈവത്തിന്റെ കുഞ്ഞിനെ. അതുകൊണ്ട് ദൈവം ഒരു തുള്ളി ബ്ലഡ് മജ്ജക്കകത്താക്കി വെച്ചിട്ടാണ് വിടുന്നത്. കാരണഭൂതര ഭർത്താവും ഭാര്യയും ഒരു ബീജവും അണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയാലേ സ്വർഗം അറിയത്തുള്ളൂ. ദൈവം ദൂതന്മാരെ പോലും ഏൽപ്പിക്കത്തില്ല. ദൈവത്തിന്റെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ തയ്ച്ച് മെനഞ്ഞാണ് ഒരു കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെക്കുന്നത്. അങ്ങനെ 3 ആഴ്ച ഒരു കുഞ്ഞ് വളരുമ്പോൾ ഹൃദയമില്ല. എത്ര പേർക്ക് അറിയത്തില്ല ഈ സത്യം? കാരണം ജനിക്കുമ്പോഴേ ഹൃദയം ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ വീരവാദം അടിക്കും. ജനിക്കുമ്പോഴേ ഹൃദയം ഉള്ളതുകൊണ്ടാണ് പമ്പ് ചെയ്ത് ആ കുഞ്ഞ് വളർന്നതെന്ന്. എന്നാൽ 3 ആഴ്ച ഹൃദയം ഇല്ലാതെ എങ്ങനെ വളർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അടിയറ വെക്കും. അതിന്റെ പുറകിൽ ഒരു സത്യവാനായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത്. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്, there is enough evidence of existence of the God. ധാരാളം തെളിവുകൾ ഈ ലോകത്തുണ്ട് ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടെന്നുള്ളത്, ഒരു ശക്തി ഉണ്ടെന്നുള്ളത്. ആ ശക്തി ആരാണെന്ന് നീ അന്വേഷിക്കണം. അത് അന്വേഷിക്കുമ്പോൾ നീ ക്രൂശിനെ കണ്ടെത്തും. യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരം അർപ്പിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഹൃദയം ദൈവം സൃഷ്ടിക്കുമ്പോൾ, കാരണം ദൈവത്തിന്റെ രക്തം പ്രകാശമുള്ള രക്തമാണ്, അത് വിരലുകളുടെ തുഞ്ചം വരെ എത്തും. ഞാനൊരു കാറ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഓണറാണ്. ഞാനാ നിശ്ചയിക്കുന്നത് ടെയിൽ ലാമ്പ് വേണോ വേണ്ടായോ എന്ന്. ഹൃദയം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. കാരണം എന്റെ രക്തം ഓടുമ്പോൾ പിന്നെ എനിക്ക് മോട്ടർ എന്തിനാ? ഉടയവനാ സൃഷ്ടിച്ചേക്കുന്നത്. പക്ഷെ മനുഷ്യൻ ബലഹീനനായതുകൊണ്ട് ജനിക്കുമ്പോൾ ബലഹീനനാണ്. അതുകൊണ്ട് അവനൊരു ഹൃദയം വേണം. അതുകൊണ്ടാണ് ദൈവം ഒരു ഹൃദയം സൃഷ്ടിച്ചു വിടുന്നത്. ഈ ഹൃദയം സ്പന്ദിക്കുവാനായിട്ട് ഒരു ദിവസം 1 മിനിറ്റിൽ 2,10,000 പ്രാവശ്യമാണ് ഒരു ദിവസം അടിക്കുന്നത്. 1 മിനിറ്റിൽ 150 പ്രാവശ്യമാണ് കുഞ്ഞുങ്ങളുടെ വയറ്റിലെ കുഞ്ഞിന്റെ ഹൃദയം അടിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു ദിവസം 2,10,000 പ്രാവശ്യം അടിച്ചാലും ഈ ഹൃദയത്തിന്റെ വാൽവുകൾ ഒന്നും കീറിപ്പോത്തില്ല. നമ്മൾ പേപ്പർ മടക്കിയാല് 3 പ്രാവശ്യം ഇങ്ങനെ ആക്കിയാൽ കത്രിയില്ലാത്ത സമയത്ത് കീറുന്നത് അങ്ങനെയാണ്. പക്ഷെ ഈ വാൽവുകള് മടങ്ങുകയും നൂരുകയും ചെയ്താലും കീറിപ്പോത്തില്ല. കാരണം ദൈവത്തിന്റെ കൈകൾ കൊണ്ട് മെനഞ്ഞെടുത്ത പേശി ലോകത്തൊരു കമ്പനിക്കും ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഞങ്ങൾക്ക് 1 സെന്റിമീറ്റർ വലിപ്പമുള്ള പേശിക്ക് 6,000 രൂപ വിലയുള്ള പേശി കൊണ്ടാണ് ഹൃദയത്തിന്റെ ഹോള് ഞങ്ങൾ അടയ്ക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്ത്
തന്നിരിക്കുന്ന ഓരോ കോശങ്ങളുടെ വില എത്രമാത്രം വലുതാണെന്നുള്ളത്. അതുകൊണ്ട് ഈ 50 കിലോ ഉള്ള ഹൃദയത്തെ ഒന്ന് പൊക്കി അടിച്ച് ഇങ്ങനെ ഒന്ന് ചുരുക്കുവാൻ കഴിയുന്നത് ആ തിമിംഗലത്തിന്റെ ശക്തിയൊന്നുമല്ല, ഉടയവനായ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ ഹൃദയവും അപ്രകാരം തന്നെ അടിക്കുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സദൃശവാക്യം 21:2 പറയുന്നു, എ പേഴ്സൺ, നമ്മൾ പറയും നമ്മുടെ പ്രവൃത്തികളൊക്കെ നേർവഴിക്കുള്ളതാ, നല്ല നീതിക്കുള്ള വഴിയാണെന്ന്. പക്ഷേ ദൈവം നമ്മുടെ ഹൃദയത്തെ ഒന്ന് വെയ് ചെയ്ത് നോക്കും. ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ, ഈ ഭ്രൂണത്തിലെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം 5 ഗ്രാമേ ഉള്ളൂ. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ കൈ ചുരുട്ടി പിടിക്കുന്നത്, അതിന് 450 ഗ്രാം വരും. ഈ 5 ഗ്രാമുള്ള ഹൃദയത്തിൻ്റെ ഭാരമേ എനിക്കറിയത്തുള്ളൂ. പക്ഷെ ദൈവം തൂക്കി നോക്കിയാൽ നിന്റെ ഹൃദയത്തിലിരിക്കുന്ന മുഴുവനും അറിയാം. ആ ഹൃദയത്തിലുള്ളതിന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാൽ ആ ഹൃദയത്തിലേക്ക് വരാൻ അവൻ റെഡിയാ. The book of Revelation chapter 3 verse 20, വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, കണ്ടാലും ഞാൻ നിന്റെ ഹൃദയവാതിക്കൽ മുട്ടുന്നു, എൻ്റെ ശബ്ദം ആരെങ്കിലും കേട്ടാൽ, ഇഫ് യു ഹിയർ മൈ വോയിസ്, അവിടെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, ഇഫ് യു ഹിയർ മൈ വോയിസ്, ഇല്ലെങ്കിൽ ഞാൻ കടന്നു വരുത്തില്ല. ദൈവം വളരെ ബുദ്ധിമാനായിട്ടോ, വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഇഫ് യു ഹിയർ മൈ വോയിസ് അതർവൈസ് ഐ വോണ്ട് കം ഇൻ. നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ മാത്രം, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ചീത്ത പ്രവർത്തികളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവന്റെ ശബ്ദം കേൾക്കുന്നത്. നിങ്ങളുടെ കുടിയും വലിയും ഡ്രഗ് അഡിക്ഷനും എല്ലാം മാറ്റിവെച്ചിട്ടാണ്. ഞാൻ വെറുതെ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപജീവിതത്തിനകത്തോട്ടാണ് തലയിടുന്നത്. അങ്ങനെ ഞാൻ വരുത്തില്ല. ഇഫ് യു ഹിയർ മൈ വോയിസ് ഐ വിൽ കം ഇൻ. എല്ലാവരും ക്രിസ്ത്യാനികളായതുകൊണ്ട് ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന തെളിവൊന്നുമില്ല. എല്ലാവർക്കും പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് കുവൈറ്റിലോ ദുബായിലോ പോകണമെന്ന് നിർബന്ധമില്ല. അവിടെ പോകണമെങ്കിൽ ഒരു വീസ വേണം. സ്വർഗത്തിൽ പോകാൻ ഒരു വീസ വേണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സാൽവേഷൻ. രക്ഷ എന്ന് പറയുന്ന വീസ ഇല്ലെങ്കിൽ നിനക്ക് അവിടെ പ്രവേശനം ഇല്ല. അത് ലഭിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ തൂക്കി നോക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തനം 73:26 പറയുന്നുണ്ട്, മൈ ഫ്ലഷ് ആൻഡ് മൈ ഹാർട്ട് മേ ഫെയിൽ ബട്ട് ഗോഡ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് മൈ ഹാർട്ട് ആൻഡ് മൈ പോർഷൻ ഫോർ എവർ. എൻ്റെ ശരീരം ക്ഷീണിച്ചു പോയാലും, എൻ്റെ ഹൃദയത്തിന്റെ മാംസപേശികൾ ക്ഷയിച്ചു പോയാലും, എൻ്റെ കർത്താവ് എൻ്റെ ഓഹരിയാണ്. ഹീസ് മൈ പോർഷൻ. അവൻ എൻ്റെ എല്ലാമാകുന്ന എൻ്റെ ഷെയർ ഹോൾഡറാണ്. അവൻ എൻ്റെ ശക്തിയാണ്, പാറയാകുന്ന ബലമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു ബലം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിപ്പാനായിട്ട് കഴിയും. ഈ 2 ഹൃദയം ഞാൻ കാണിക്കുന്നത്, ഒന്ന് 50 കിലോ ഉള്ള ഹൃദയം, ഒന്ന് വെറും 5 ഗ്രാം ഹൃദയം, 5 ഗ്രാം വലിപ്പമുള്ള ഒരു ഹൃദയം. ഈ ഹമ്മിങ് ബേർഡിന് 7 സെന്റിമീറ്റർ നീളമേ ഉള്ളൂ. ഈ ഹമ്മിങ് ബേർഡിന്, അതിൻ്റെ ഹൃദയത്തിന് വെറും 5 മില്ലിമീറ്ററേ ഉള്ളൂ. അതിന് 800 മുതൽ 1200 പ്രാവശ്യമാണ് ഹൃദയം അടിക്കുന്നത്. 3 പ്രാവശ്യം തിമിംഗലത്തിന്റെ ഹൃദയം അടിക്കുന്നെങ്കിൽ ഈ ഹമ്മിങ് ബേർഡിന്റെ ഹൃദയം 1200 പ്രാവശ്യം അടിക്കാൻ കഴിയും. ലോകത്ത് 2 ജീവികളെ ഏറ്റവും കുറഞ്ഞ ഹൃദയവും കൂടിയ ഹൃദയ ഇടിപ്പും കാണിക്കുന്ന ജീവികളെയാണ് ഞാൻ കാണിക്കുന്നത്. നിനക്ക് എണ്ണാൻ കഴിയുന്നത് മാക്സിമം ഞങ്ങൾക്ക് 200 വരെ എണ്ണാൻ കഴിയത്തുള്ളൂ. 200 കഴിഞ്ഞാൽ സൂപ്രാമൻട്രിക്കുലർ ടെക്കിക്കാർഡിയ എന്ന് പറയും. 200 കഴിഞ്ഞാൽ പിന്നെ എണ്ണാൻ പറ്റത്തില്ല. പിന്നെ വായിലെ തുപ്പൽ മാത്രമേ വരത്തുള്ളൂ. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രമാത്രം എണ്ണാൻ പറ്റുമെന്ന്. അത് സ്പീഡിൽ എണ്ണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. ഹൃദയത്തിന്റെ ഇടിപ്പിന്റെ സ്പീഡിൽ എണ്ണാൻ 300 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വായിൽ തുപ്പൽ മാത്രമേ വരത്തുള്ളൂ. ഈ എണ്ണാൻ പറ്റത്തില്ല. എണ്ണാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. You should understand that there is enough evidence that the existence of the God, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടെന്നുള്ള തെളിവ് ഇത് കാണിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭാരപ്പെടരുത്. നമ്മുടെ ശരീരത്തിനെ ഓർത്തോ, നമ്മുടെ ഭക്ഷണത്തെ ഓർത്തോ, നമ്മുടെ തുണിയെ ഓർത്തോ ഒന്നും ഭാരപ്പെടരുത്. ദൈവം പറയുന്നു, അതിനെ ഈ പക്ഷികളെക്കാളും എത്ര വലുതാണ് നിങ്ങളെന്നാ പറയുന്നത്. അത് വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, അത് കളപ്പരയിൽ കൂട്ടി വെക്കുന്നില്ല. ഏതെങ്കിലും കിളിക്കൂട്ടി ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയിരിക്കുന്ന നെല്ല് ഞാൻ കണ്ടിട്ടില്ല.
അതിനകത്തെ കമ്പും കോലുക കാണാറുള്ളൂ, അല്ലെങ്കിൽ മുട്ട. ഒരിക്കലും അത് നെല്ലോ ബാക്കിയുള്ള നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാറില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരിയായി ദൈവം മനുഷ്യ സൃഷ്ടികളെ കരുതുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹൗ മച്ച് മോർ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു അവർ ഗോഡ്. അതാണ് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഒരു അറ്റോർണി കടന്നു വരുവാനിടയായി. ഒരു വക്കീൽ ലേഡി, സുന്ദരിയായ ഒരു സഹോദരിയെ. ആ സഹോദരി കടന്നു വന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഒന്ന് നോക്കണം. ആ കുഞ്ഞ് അപ്പോൾ എന്നെ ഇങ്ങനെ അങ്ങ് തൊഴുതു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ പകുതി നീളമേ ഉള്ളൂ, 2 കൈ ഷോർട്ടാ, ഇത്രയേ ഉള്ളു കൈ. അപ്പം എന്നെ ഇങ്ങനെ അങ്ങ് തൊഴുതിട്ട് പറഞ്ഞു, സാർ എൻ്റെ വയറ്റിലെ കുഞ്ഞിൻ്റെ ഹൃദയം ഒന്ന് നോക്കണം. കുറച്ച് കഴിഞ്ഞ് ആ സഹോദരിയുടെ മുഖത്തു നിന്നുള്ള എക്സ്പ്രഷനിൽ എന്നോട് പറഞ്ഞു, സാറ് ഹൃദയം നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കൈകൾ കൂടി ഒന്ന് നോക്കണം, ആ കുഞ്ഞിന് ഷോർട്ട് ഹാൻഡ് ആണോ എന്നൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അമ്മയ്ക്ക് മാത്രമേ ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള വേദന അറിയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മെഡിക്കൽ സയൻസ് പ്രകാരം ഈ ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറയും, അതായത് തലമുറയായിട്ട് ഒന്നീ ഷോർട്ടായിരിക്കും, അല്ലെങ്കിൽ ലിംബില്ല, ഒരു തള്ളവരൽ കാണത്തില്ല, അല്ലെങ്കിൽ ഈ കയ്യിലെ ഒരു എല്ല് കാണത്തില്ല. അതിന് ഷോർട്ട് ആം സിൻഡ്രോം എന്ന് പറയും, അല്ലെങ്കിൽ ഹോൾട്ടോറം സിൻഡ്രോം എന്ന് പറയും. എന്നെ കേൾക്കുന്ന നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം ഇത് ഹോൾട്ടോറം സിൻഡ്രോം അല്ലെങ്കിൽ ഷോർട്ട് ആം സിൻഡ്രോം എന്ന് പറയും. അത് തലമുറയായിട്ട് വരാം. പക്ഷേ ഞാൻ മെഡിക്കൽ സയൻസ് പ്രകാരം അവരോട് പറഞ്ഞു, ഒരു ഹൈന്ദവ സഹോദരിയായിരുന്നു, നല്ല സുന്ദരിയായ ഒരു അഡ്വക്കേറ്റ്. ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, അത് കർത്താവായ യേശു ക്രിസ്തു അത്രേ. അവൻ്റെ കൈകള് കുറിയതല്ല ടു ഷോ എ മിറക്കിൾ ഇൻ യുവർ ലൈഫ്. അവൻ്റെ കൈകൾ കുറിയതല്ല ഒരത്ഭുതത്തെ വർണ്ണിക്കുവാൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആ എക്കോ പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ കൈയാണ് ഉയർന്നു വന്നത്. ഈ കുഞ്ഞുങ്ങളും വയറ്റിനുള്ളിൽ ഹല്ലേലൂയ പറയുമെന്ന്. സൃഷ്ടിച്ച സൃഷ്ടാവിനോട് മഹത്വം കൊടുക്കുവാൻ കുഞ്ഞുങ്ങളും ബാധ്യസ്ഥര്. അതുകൊണ്ട് ഞങ്ങൾ റിഫ്ലക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിൻ്റെ മാനസിക ആരോഗ്യം കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഇങ്ങനെ ഒന്ന് എടുത്തൊന്നിടും. അപ്പോൾ ഈ മോറോസ് റിഫ്ലക്സ് എന്ന് പറയുന്നത് തന്നെ ഈ കൈകൾ ഇങ്ങനെ 2 കൈയും ഹല്ലേലൂയ പറയുന്ന പോലെ ഉയർത്തുന്നത്. ഞാൻ അതിന് തമാശക്ക് പറയുന്നത് ഹല്ലേലൂയ റിഫ്ലക്സ് എന്നാ പറയുന്നത്. മോറോ റിഫ്ലക്സ് ഞങ്ങൾ മെഡിക്കൽ സയൻസ് റിഫ്ലക്സ് പറഞ്ഞാലും ദൈവത്തെ വർണ്ണിപ്പാനും സ്തുതിപ്പാനും ഒരു കുഞ്ഞിനെ പോലും ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൈകൾ ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ തന്നെ കൈകൾ നീണ്ടതാ. ഞാൻ സഹോദരൻ പറഞ്ഞു, നമ്മുടെ ദൈവത്തിന്റെ കരങ്ങൾ കുറിയതല്ല, ആ ദൈവം അത്ഭുതം ചെയ്യും, നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൈ നീണ്ട കൈ തന്നെയാണെന്ന് പറഞ്ഞു. അത് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ എന്നെ കൊണ്ട് കാണിച്ചു. ആ കുറിയ കൈകൾ കൊണ്ട് നാപ്പിയൊക്കെ കെട്ടുന്നത് കാണണം. നമ്മൾ പോലും ചെയ്യത്തില്ല, എന്ത് സ്പീഡിലാണ് ചെയ്യുന്നത് അറിയാമോ. അത് കഴിഞ്ഞ് ഇറങ്ങി പോകാൻ നേരം ആ കുഞ്ഞ് കൈകൾ കൊണ്ട് ഇങ്ങനെ ഒന്ന് തൊഴുതിട്ട് പറഞ്ഞു, സാറിൻ്റെ ദൈവം വലിയ ദൈവമാണെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറിയ കൈകൾ കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനും വർണ്ണിപ്പാനും കഴിഞ്ഞെങ്കിൽ ദൈവം നമുക്ക് നീണ്ട വിരലുകളും സൗന്ദര്യമുള്ള കൈകളും തന്നപ്പോൾ ഹൗ മച്ച് മോർ യു ഷുഡ് പ്രൈസ് അവർ ഗോഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ ദൈവത്തെ വർണ്ണിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തും. ദാവീദ് മഹാരാജാവ് 145 സങ്കീർത്തനം മുതൽ 150 വരെ വായിച്ചാൽ ബൈബിളിൽ ഉടനീളം എഴുത്തുകാരും ദൈവപണ്ഡിതന്മാരും ഭക്തന്മാരെയും കാണും. പക്ഷെ ദാവീദ് മാത്രമാണ് ഇത്രമാത്രം ദൈവത്തെ വർണ്ണിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തത്. അവനൊരു ചെറുക്കനായിരുന്നപ്പോഴും രാജാവായിരുന്നപ്പോഴും വർണ്ണിക്കുന്നത് കുറഞ്ഞു പോയിട്ടില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഉള്ളില് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ചില താഴ്മകൾ തരുന്നത് ഇങ്ങനെ മുള്ളുകളുള്ള ജീവിതങ്ങൾ, പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നല്ല നല്ല സാക്ഷ്യങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ആരുമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം ആണെന്ന് എൻ്റെ ഓർമ്മ, ബൈബിൾ എടുക്കാൻ സമയമില്ല. അവിടെ സെഞ്ചൂറിയന്
കടന്നു വന്ന് തൻ്റെ കൂടുള്ളവരെ ആണ് പറഞ്ഞു വിടുന്നത്. യേശുവിനോട് പറഞ്ഞു, അങ്ങയുടെ ആ സെഞ്ചൂറിയന്റെ ഭവനത്തിലേക്ക് ഒന്ന് എത്തണം. അവിടെ അദ്ദേഹം സ്നേഹിക്കുന്ന ഒരു ദാസൻ രോഗക്കടക്കയിൽ മരണത്തോട് ഓൾമോസ്റ്റ് മരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. എന്തിനാ ഈ സെഞ്ചൂറിയൻ തൻ്റെ കൂടുള്ള മന്ത്രിമാരെയും കൂടുള്ള ആൾക്കാരെയും പറഞ്ഞു വിട്ടത്? അദ്ദേഹത്തിന് പോകരുതോ? അദ്ദേഹം വലിയ ആളായിട്ടല്ല. അവർ കൂടെ പോയവർ പറഞ്ഞു, എനിക്ക് സാറേ അവന്റെ വീട്ടിൽ പോകാൻ യോഗ്യനാ, അവൻ ഞങ്ങൾക്ക് വേണ്ടി പള്ളി പണിത് തന്നാന്ന് പറഞ്ഞു. അപ്പൊ പള്ളി പണിത് തന്നതുകൊണ്ടല്ല, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവന്റെ ഹൃദയത്തിലെ താഴ്മ കൊണ്ട്. എനിക്ക് അങ്ങയുടെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാനും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ദാസൻ സൗഖ്യമാണ്. ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ താഴ്മ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നേ. നയീൻ പട്ടണത്തിൽ ചെന്നപ്പോൾ, യേശുദമ്പുരാൻ ചെന്നപ്പോൾ അവിടെ വലിയൊരു വിലാപയാത്ര നടക്കുകയാണ്. ആ വിലാപയാത്രയില് ഒരു മഞ്ചല് ഇറങ്ങി വരുന്നുണ്ട്. ഒരു വിധവ വളരെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വരുന്നു. ഒരു വിധവയുടെ കണ്ണുനീർ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. കണ്ണുനീർ താഴെ പോകുന്നു നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ ആണിപ്പഴുത്തുള്ള കരങ്ങൾ കൊണ്ട് ഇത് ഏറ്റെടുക്കും. അതാ ദാവീദ് മഹാരാജാവ് പറഞ്ഞത്, സങ്കീർത്തനത്തിൽ പറയുന്നത്, എൻ്റെ കണ്ണുനീരിനെ എൻ്റെ ഉഴജലുകളെ ഒന്ന് നോക്കണേ, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെച്ചിരിക്കത്തില്ലേ, ഒന്ന് നോക്കണേ എന്ന്. അപ്പൊ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ കണ്ണുനീരിനെ ദൈവം കണ്ട് മനസ്സലിയുന്ന ദൈവം. അപ്പം വിധവമാരുടെ കണ്ണുനീരിനെ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നില്ല. അവരെ ദൈവം മെല്ലെ നടത്തുന്നെന്നാണ് പറയുന്നത്. കർത്താവ് എന്നിട്ട് പറഞ്ഞു, ഒന്നും ഇനിയും ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് കർത്താവ് ആ മഞ്ചലിലൊന്ന് തൊടുവാനിടയായി. വാക്കുകൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ ഒരു തൊടല് മതി. ഒരു ഒന്ന് തൊട്ടാ മതി. നിന്റെ ശരീരം ഒരു മഞ്ചല, അതൊന്നിനും കൊള്ളത്തില്ല, അത് ചത്തതാണ്. പക്ഷെ അതിനകത്തൊരു ജീവൻ പിടിക്കുന്ന ഒരു ആത്മാവുണ്ട്. അത് ദൈവം ഒന്ന് തൊട്ടാലുണ്ടല്ലോ, അത് ഉള്ളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ശക്തി ദൈവം ഇറങ്ങി വരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, മരിച്ച് അത് കരിക്കട്ടെ ആയിക്കൊള്ളട്ടെ, അതിന് ജീവൻ പകരുവാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. സാറിന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും ജീവിതത്തിലെ ഒത്തിരി നിർദ്ദേശങ്ങളും സമൂഹത്തിന് വേണ്ടതായ ഒരുപാട് നല്ല കാര്യങ്ങളും സാറിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ആകട്ടെ സാറേ, അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു സുവിശേഷ വേലക്കാരൻ എന്ന നിലയിലും സാറിന് അരോമ ടിവിയുടെ പ്രേക്ഷകർ വ്യത്യസ്ത സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ളതായ ആളുകൾ നമ്മുടെ ശ്രോതാക്കളായിട്ടുണ്ട്. അവരോട് സാറിന് പറയാനുള്ള ചില നിർദ്ദേശങ്ങൾ ഈ രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് ചില വാക്കുകളൊന്ന് പറയാമോ? പാസ്റ്റർ ഡാനിയൽ ജോൺ സാർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കും പേപ്പറിൽ പോലും ഇടണമെന്ന് വിചാരിക്കും. കാരണം കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യം മാതാപിതാക്കളെ നശിപ്പിക്കരുതേ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കൊടുക്കണമെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കും. കാരണം എൻ്റെ ദൈനംദിന ഹോസ്പിറ്റൽ ജീവിതത്തിൽ ഇന്ന് 38 വർഷമായി ആതുര സേവനത്തിൽ. ഇപ്പോൾ അത് കൂടിക്കൂടി വരിക. ഈ കോവിഡിന്റെ കാലയളവ് കഴിഞ്ഞപ്പോഴാണല്ലോ ഈ മൊബൈൽ ഫോണിന്റെ കൂടുതൽ യൂസേജ് വന്നത്. കാരണം എല്ലാവരും ഇന്റർനെറ്റിലായിരുന്നു ക്ലാസ്സും ഒക്കെ. അതുകൊണ്ട് ആ സമയത്ത് സ്റ്റുഡൻസിനെ ഒന്നും നമുക്ക് മക്കളോട് കൂടുതൽ റെസ്ട്രിക്ഷൻ കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ അത് മുഖാന്തരമുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഒരു ദിവസം OPD-യിൽ വന്നു കഴിഞ്ഞാൽ ഒരു 3 കുഞ്ഞുങ്ങളെങ്കിലും പ്രശ്നമായിട്ട് കടന്നു വരുന്നുണ്ട്. ആ പ്രശ്നം വേറെ ഒന്നുമല്ല, മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ. ഒരു മൊബൈൽ ഫോണ്, പണ്ടത്തെ സ്ക്രീൻ പ്ലേ ഇല്ലാത്ത മൊബൈൽ ഫോണൊക്കെ ഒരു 600-800 മൈക്രോവേവ്സേ വരുത്തുള്ളൂ, അതിലും കുറവായിരിക്കും. പക്ഷെ ഈ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ മാന്തുന്ന ഫോണ്, സ്വൈപ്പ് ചെയ്യുന്ന ഫോണ്,
ഈ വെറ്റില മുറുക്കാനിരിക്കുന്നവര് ഈ ഞരമ്പ് വലിച്ചു മുറുക്കുന്നത് പറഞ്ഞ പോലെ ഈ ബസ് കാത്തു നിൽക്കുന്ന ഷെഡിൽ പോലും ബസ് വന്നാൽ പോലും അറിയുന്നില്ല കുഞ്ഞുങ്ങളിരുന്ന് മാന്തോടെ മാന്ത. ഇതിന് ആരും മനസ്സിലാക്കുന്നില്ല. 4G 5Gക്ക് 4000 മുതൽ 8000 മൈക്രോവേവ്സ് വരെയാണ് ഇതിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് വേവ്സ് വരുന്നത്. ഈ വേവ്സ് കുഞ്ഞുങ്ങളുടെ തലച്ചോറിനെ ബാധിക്കുന്നു എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നു. ഇന്ന് 5 മിനിറ്റ്, നാളെ 10 മിനിറ്റ്, പിന്നെ മണിക്കൂറുകൾ മാന്തിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് ആൻ അഡിക്ഷൻ. ഡ്രഗ് അഡിക്ഷൻ പോലെയാണ് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ. ഇനി ആ മൊബൈൽ ഫോൺ അഡിക്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒത്തിരി കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ അഡിക്ഷനാണ്. ആ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും. 1 മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ല. ഈ മേശയിലിരിക്കുന്നത് അതെടുത്തു, ഇതെടുത്തു, അത് പറിച്ചു, ബട്ടൺ ഊരി, അതെടുത്തു, അവൻ്റെ ടോയ്സ് വലിച്ചൂരി എടുത്തു, തലച്ചെറിച്ചു. അവൻ 1 മിനിറ്റ് അവൻ്റെ കസാരയിൽ ഇരിക്കത്തില്ല. അപ്പം ഹൈപ്പർ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ്. ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ വേറെണ്ണത്തിലോട്ട് പോവും, ഒന്നും അറ്റൻഡ് ചെയ്യത്തില്ല, അമ്മ വിളിച്ചാലും ശ്രദ്ധിക്കത്തില്ല. അത് അറ്റൻഷൻ ഡെഫിസിറ്റാണ്. ചിലരോട് നമ്മൾ പേരെന്താടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരെന്താടാന്ന് തിരിച്ചു പറയും. അതിന് പറയുന്നത് എക്കോലേലിയ എന്ന് പറയും. നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളുടെ ബന്ധുമിത്രാദികളോ ബന്ധുക്കളോ കുഞ്ഞുങ്ങളോ ആരെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം തിരിച്ചു പറയുകയാണെങ്കിൽ അത് എക്കോലേലിയ എന്ന് പറയും. അതാണ് പ്യുവർ ഓട്ടിസം. ഓട്ടിസം ഒത്തിരി കുഞ്ഞുങ്ങൾക്കുണ്ട്, ഡോക്ടർമാരുടെ മക്കൾക്ക് വരെയുണ്ട്. അവരെല്ലാം സ്കൂളിലും കോളേജിലും ഓഫീസിലും പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തുന്നത് ഈ മൊബൈൽ ഫോണാണ്. വേലക്കാരികൾ അവർക്ക് മനോരമ മാസികയൊക്കെ വായിക്കാൻ വേണ്ടി അവരിരുന്ന് സൂചിച്ചിരുന്ന് ന്യൂസ് പേപ്പറും ബാക്കിയുള്ളത് വായിച്ചുകൊണ്ടിരിക്കും, അല്ലെ TV കണ്ടുകൊണ്ടിരിക്കും. ഈ കൊച്ചിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഈ മൊബൈൽ ഫോൺ എടുത്ത് കൈ കൊടുക്കും. ഇനി അതുപോട്ടെ, ഭക്ഷണം കഴിക്കാനായിട്ട് പണ്ട് പൂച്ചയും കിളിയും കാണിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് പാട്ടും മേളവും വെച്ച് ഈ മൊബൈൽ ഫോണിൽ ഭക്ഷണം കഴിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് ഇത്ര നിർബന്ധം എന്തുവാ? കുഞ്ഞിന് വിശക്കുമ്പോൾ അമ്മയെ പാല് താന്ന് പറഞ്ഞു വരും, അന്നേരം പാല് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇത്ര ആഗ്രഹം എന്തുവാ ഇങ്ങനെ വീർപ്പിക്കണമെന്ന്? 5 മാസമുള്ള കുഞ്ഞ് 8 കിലോ ആക്കി 9 കിലോ ആക്കിയൊക്കെ ഞങ്ങളുടെ ആശുപത്രി വരുന്നു. അമ്മമാര് വല്യമ്മച്ചിമാർ എടുത്തുകൊണ്ട് വരുമ്പോൾ മുമ്പോട്ട് അങ്ങ് പോവുക. കാരണം അവർക്ക് എടുക്കാൻ വയ്യ, തത്തുണ്ട പോലെ ഇരിക്കുക. കൊച്ചിലെ പോലെ വീർപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോഴും മിഡിൽ ഏജ് ഒബിസിറ്റിയിലോട്ട് പോകും. നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവത്തില്ല. 30 വയസ്സിനുള്ളിൽ തന്നെ ഷുഗർ വരുന്നു, പ്രഷർ വരുന്നു, കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, പോളിസിസ്റ്റിക് ഓവറി, ഇങ്ങനെ വേണ്ട എല്ലാ രോഗങ്ങളും കടന്നു വരിക. ഈ കുഞ്ഞുങ്ങളെ അവർ മാതാപിതാക്കളെ പ്രാകുന്നത്. കാരണം അവർ ജിമ്മിൽ പോയാൽ പോലും 10 കിലോ മാത്രമേ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഞങ്ങളുടെ ബെരിയാട്രിക് സർജൻ ഉണ്ട്, കുടൽ കട്ട് ചെയ്ത് കളയും, ഭക്ഷണം കൂടുതൽ വലിച്ചെടുപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അതിലൊരു 20-25 കിലോ കുറയും. ചിലർ മനസ്സ് വെച്ച് വെയിറ്റ് കുറയ്ക്കുന്നവരുണ്ട്, അത് എക്സെപ്ഷനാണ്. ഞാൻ കണ്ടിട്ടുണ്ട് മെലിഞ്ഞിരിക്കുന്നത്. അത് അതുപോലെ പട്ടിണി കിടക്കുന്നവര്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ കീറ്റോൺ ബോഡി കൂടുതൽ ഉണ്ടായിട്ട് ഞാൻ നോക്കുന്ന ഒരു കുഞ്ഞിന് പേസ് മേക്കർ വെച്ചു. അതിൻ്റെ അമ്മ ഭയങ്കര തടിയായിരുന്നു. അത് കഴിഞ്ഞ് പിതാവ് വന്നിട്ട് പറഞ്ഞു, സാറേ കുഞ്ഞിനെ കൊണ്ടുവരാൻ കഴിയാവുന്നത് അമ്മ ആശുപത്രിയിലായി പോയി, അമ്മ പിച്ചും പേയും പറയുക, അമ്മയ്ക്ക് ബോധം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ബോധം ഉണ്ട്, പക്ഷെ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. കാരണം കീറ്റോൺ ബോഡി റിലീസ് ചെയ്തു. അമ്മ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പട്ടിണി കിടന്നു. അപ്പൊ അതും അപകടമാണ്. അപ്പൊ നിങ്ങൾ കൊച്ചിനെ വാരിക്കോരി ഉള്ള നെയ്ച്ചോറും പിന്നെ അമൃതം പൊടി എല്ലാം കൂടെ കൊടുത്ത് ഡുണ്ടുടു ആക്കുക കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോഴും പൊണ്ണത്തടിയാവും. ഇപ്പോൾ ഞങ്ങളുടെ പോളിസി കുഞ്ഞുങ്ങളെല്ലാം കനം കുറഞ്ഞിരുന്നാണ്. ദയവ് ചെയ്ത് പ്രസവാനന്തര ലേഹ്യം കഴിക്കണ്ട. ഞാൻ തമാശക്ക് പറയും, ഗോപാലൻ വൈദ്യരോട് പറഞ്ഞോ ആ ലേഹ്യം അങ്ങ് ബാക്കി കഴിച്ചോളായിരുന്നു. കാരണം ഈ കുഞ്ഞുങ്ങളും ഭയങ്കര മൂരി പിടുത്തുക. കുഞ്ഞുങ്ങൾക്കും ഈ മുലപ്പാലിൽ ഈ ലേഹ്യം വരും. അത് ഭയങ്കര അന്തരാളോ ആവശ്യപ്പ്. കുഞ്ഞുങ്ങളങ്ങ് കുടുകൂടാന്നാ പാല് കുടിക്കുന്നത്. അമ്മയ്ക്കും പാലുണ്ടാവും അത് കുടിച്ചു കഴിയുമ്പോഴേക്കും. അപ്പൊ അങ്ങനെ പാലങ്ങ് കുടിച്ച് വീർപ്പിക്കും. കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ കരഞ്ഞാലും ഈ പാലിനാന്നും പറഞ്ഞ് അമ്മമാരങ്ങ് ഓവർ ഫീഡിങ്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് വീർക്കുക. പ്രത്യേകിച്ച് പാൽപ്പൊടി കൊടുക്കുന്ന പിള്ളേരാണ് വീർക്കുന്നത്. പാൽപ്പൊടി കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. കമ്പനിക്കാര് 3 സ്കൂപ്പെന്ന് അവന്റെ പാൽപ്പൊടി എല്ലാ ആഴ്ചയിലും പോയി നിങ്ങൾ 800-700 രൂപയ്ക്കും ഒക്കെ മേടിക്കാൻ വേണ്ടി. ഞാൻ പറയും 90 മില്ലിക്ക് 3 സ്കൂപ്പ് എടുക്കുന്നതിന് പകരം 2 സ്കൂപ്പ് എടുത്താൽ മതി. നമ്മൾ പാലും വെള്ളം കുടിക്കുന്നില്ലേ? പാല് കുടിക്കാനില്ലെങ്കിൽ പാലും വെള്ളം മേടിക്കുമല്ലോ. അതിന് കിഡ്നി ഡാമേജ് ഒന്നും വരുത്തൊന്നുമില്ല, ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടൊന്നും.
വെള്ളം കൂടുതൽ ചെന്നും അത് മൂത്രമായിട്ട് പോകും, അതിലുള്ളത് വലിച്ചെടുത്തോളും. അത് നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ വണ്ണം ഉള്ളവരെ സംബന്ധിച്ച് ഒരു ഒറ്റ പണിയേ ഉള്ളൂ. പാൽപ്പൊടി കൊടുക്കുന്നുണ്ടെങ്കിൽ 3 സ്കൂപ്പിന് പകരം 2 സ്കൂപ്പ് എടുക്കുക. 2 സ്കൂപ്പ് എടുക്കേണ്ടടുത്ത് 1.5 സ്കൂപ്പ് എടുക്കുക. പിന്നെ വെയിറ്റ് വെക്കുന്ന ഒരു സാധനം ഈ അമൃതം പൊടി അത് കൊടുക്കരുത്. ബാക്കിയുള്ളത് ഏത്തക്കാപ്പൊടി കുറുക്കി കൊടുക്കാം, പഞ്ഞിപ്പുല്ല് കുറുക്കിയത് കൊടുക്കാം, ചോറ്, തൈര്, തുവരപ്പരിപ്പൊക്കെ ഉടച്ചു കൊടുക്കാം. പക്ഷെ നെയ്യ് ഒഴിക്കരുത്, ചോറിനകത്ത് നെയ്യ് ഒഴിക്കരുത്. അങ്ങനെ കുഞ്ഞുങ്ങൾ അല്പം പ്രായമായാലും 1.5 വയസ്സാകുമ്പോഴേക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്കുക, സൈക്കിൾ ചവിട്ടിപ്പിക്കുക. കുഞ്ഞുങ്ങൾ ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ ബാഡ്മിൻ്റൺ കളിപ്പിക്കുക, മുറ്റത്തിറങ്ങി കളിപ്പിക്കുക. ടിവിയുടെ പുറകിൽ തെറ്റിയ വയറങ്ങ് ഊരി കളഞ്ഞാൽ മതി. എന്നിട്ട് പറഞ്ഞാൽ മതി, TV ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് കേടാണെന്ന് പറഞ്ഞാൽ മതി മോനെ. അപ്പൊ ഈ ടിവിയുടെ മുമ്പിൽ 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ അവര് പിന്നെ ഉള്ള ബേക്കറി ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് ഉപ്പേരിയും ചിപ്പും അച്ചപ്പവും, ഇത്രയുള്ള ഒരു അച്ചപ്പത്തിന് ഇപ്പൊ 80 രൂപ 100 രൂപയാണ്. നിങ്ങൾക്ക് ഇത്ര അത്യാവശ്യം നിങ്ങൾ പണ്ടത്തെ അമ്മച്ചിമാര് ചെയ്യുന്ന പോലെ ശർക്കര ഇട്ട തേങ്ങാപ്പേര് ഇട്ട് നല്ല കൊഴുക്കട്ടയും നല്ല മടക്ക് സാധനവും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത എന്താ കുഴപ്പം? എൻ്റെ അമ്മച്ചിയൊക്കെ ചെറുപയർ പുഴുങ്ങി തേങ്ങാപ്പീരൊക്കെ ഇട്ട് തരുമായിരുന്നു 4 മണിക്ക് വരുമ്പോ. എന്തുകൊണ്ടാണ് ശർക്കര ഇട്ട് അമ്മമാര് തരുന്നതെന്നറിയാം? ശർക്കരയ്ക്കകത്ത് അയണുണ്ട്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ആരും ഇരുമ്പിന്റെ ടോണിക് കുടിക്കണ്ട. ഇപ്പോഴാ ഇതെല്ലാം കുഴപ്പം. എല്ലാം വെളുത്ത ആഹാരമാണ് കഴിക്കുന്നത്. ഇടിയപ്പം, പത്തിരി, പിന്നെ പാലപ്പം, ദോശ, ഇഡ്ഡലി, ഇതെല്ലാം വെളുത്തിരിക്കുക. അതിനകത്തൊന്നും അയണൊന്നുമില്ല. അയൺ കണ്ടന്റ് കൂട്ടാനാണ് ശർക്കര ഇടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ, ഞാൻ CMC ലുധിയാനല്ല പഠിച്ച്, നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കപ്പലണ്ടി മുട്ടായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് ചവച്ച് കഴിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ കുഴവിക്കകത്തിട്ട് ഇടിച്ചിട്ട് ഒരു സ്പൂൺ പാലൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം കുഞ്ഞുങ്ങൾക്ക് ചവയ്ക്കാൻ കൊടുത്താൽ കപ്പലണ്ടി ചിലപ്പോൾ നെറുകെ കയറും. ശ്വാസക്കുഴലിൽ പോയാൽ പിന്നെ പുലുവാല്. അപ്പോൾ അത് പൊടിച്ച് കൊടുക്കാം. കഴിക്കുന്ന പിള്ളേർക്ക് നല്ലത്. അതിനകത്ത് ശർക്കര ഉണ്ട്. കപ്പലണ്ടിക്കകത്ത് ഹൈ പ്രോട്ടീനാണ്. പ്രോട്ടീൻ നല്ല, കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ശർക്കര ചേർന്ന ഐറ്റംസ് ഒക്കെ കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വലുതായ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ പഠിപ്പിക്കാൻ കൊടുക്കുക. താണ്ട് വീടിന്റെ പുറകിലൊരു ഗിറ്റാർ തൂക്കിയിട്ടേക്കുന്നത്. ഞാൻ ഗിറ്റാർ വായിക്കും, കീബോർഡ് വായിക്കും, എല്ലാ ഇൻസ്ട്രുമെന്റും വായിക്കും. പക്ഷെ നിയമം അറിയത്തില്ല. പാട്ട് വരുമ്പോൾ തന്നെത്താൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് രാഷ്ട്രീയത്തിലൊക്കെ ഭയങ്കര കാര്യമായിട്ട് കടന്നു വന്നത്. ഇന്ന് കർത്താവിന് വേണ്ടി പാടാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 55 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. 10 പാട്ട് CD-യിലാക്കി കുഞ്ഞുങ്ങളുടെ ഹൃദയരോഗത്തിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ഞാനത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിറ്റ് കാശ് മേടിക്കത്തില്ല. ദൈവം തന്ന താലന്ത് വെറുതെ കൊടുക്കുക. അപ്പൊ അത് ദൈവത്തിന്റെ നന്മ. അപ്പൊ ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പുസ്തകമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പിള്ളേരാകുമ്പോൾ അതേ ഇരുന്ന് കൊട്ടിക്കോളും. നമ്മളിരുന്ന് ഈ TV എല്ലാം കണ്ടുകൊണ്ടിരുന്നാൽ, TV കാണാം, പക്ഷെ 15 അടി ദൂരെ ആയിരിക്കണം. LCD TV ആയിരിക്കും. OLED എന്ന് പറഞ്ഞ ഒരു TV ഉണ്ട്, OLED. അത് റേഡിയേഷൻ ഒട്ടുമില്ല, പക്ഷെ 1.5 ലക്ഷം രൂപയാണ്. അത് ഞാൻ പറയുന്നില്ല. പക്ഷെ LED TV കുറച്ചുകൂടെ റേഡിയേഷൻ കുറവാണ്. അത് 15-20 അടി ദൂരെ ഇരുന്നേ കാണിക്കാവൂ. അത് കോമിക്കോ കാര്യങ്ങൾ നിങ്ങൾ അല്പസമയം കാണിക്കരുത് ഞാൻ പറയുന്നില്ല. എല്ലാ രീതിയിലും വളരണം കുഞ്ഞുങ്ങൾ. ന്യൂസ് തീർച്ചയായിട്ടും പാസ്റ്റർമാരായാലും ന്യൂസ് കേൾക്കണം. പെന്തക്കോസ്ത് കോളത്തിൽ പണ്ട് പറയുമായിരുന്നു സ്പോർട്സിനൊന്നും വിടത്തില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഞാൻ എതിരാ. എല്ലാ രീതിയിലും കുഞ്ഞുങ്ങൾ വളരണം, എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞ് ഇത് കണ്ടുകൊണ്ടിരിക്കാനല്ല. മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ വലുതായി അവർക്ക് ശമ്പളം കിട്ടുമ്പോൾ ശമ്പളം മേടിച്ചിട്ട് മൊബൈൽ ഫോൺ മേടിച്ചാൽ മതി. നിങ്ങൾ എന്തിനാ മൊബൈൽ ഫോൺ അവർക്ക് കൊടുക്കുന്നത്? നിങ്ങൾ കൊടുത്തോണ്ടല്ലേ നിങ്ങളുടെ കുഞ്ഞിന് പിമ്പിരിയാവുന്നത്, നിങ്ങളുടെ കുഞ്ഞിന് ഓട്ടിസം ആക്കിയത്. ഈ ഓട്ടിസം ആക്കിയാൽ പിന്നെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് വിടാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു കുഞ്ഞില്ലേലും കുഴപ്പമില്ല, ഒരു കുഞ്ഞുണ്ടായിട്ട് നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതം മുതൽ സമാധാനം വരെ കെടുത്തിക്കളയും. അതിന് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മൊബൈൽ ഫോൺ കൊടുക്കരുത്. അതല്ല എങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോളെ ഇറങ്ങിയോ, ഇന്നത്തെ കാലത്ത് ഒത്തിരി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതിന് മോക്ക് ആ ചെറിയ സ്ക്രീൻ ഉള്ളതുകൊണ്ട് 1900 രൂപയുടെ കൊച്ച് മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ കിട്ടും. അതൊരെണ്ണം കൊടുത്താൽ മതി. നമ്പർ അടിക്കുക, അമ്മേ ഞാൻ ഇറങ്ങി ബൈക്കേൽ അപ്പായ വിടണേ, ഞാൻ കയറുക. അതിന് ഞാൻ വിരോധം പറയത്തില്ല. പക്ഷേ ഇതില് ആവശ്യമില്ലാത്ത കണ്ടുകൊണ്ട് തൂത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അപ്പനും അമ്മയും ഒന്നും ഇല്ലാത്ത മുറി പോവും. അതെല്ലാം പ്രശ്നമാണ്. കുഞ്ഞുങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയത്തില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. പക്ഷെ കോമൺ ആയിട്ടിരിക്കുന്ന മുറിയിലായിരിക്കണം, അത് ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന റൂമിലായിരിക്കണം. അപ്പൊ അമ്മയും അപ്പനും എപ്പോഴും ക്രോസ് ചെയ്യുന്നതുകൊണ്ട് വേണ്ടാത്ത സൈറ്റിൽ കയറത്തില്ല.
ഇതൊക്കെ അതിൻ്റെ ടെക്നിക്ക്. കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന മുറിയിൽ കമ്പ്യൂട്ടർ വെച്ച് കൊടുക്കരുത്, വേണ്ടാത്തതിനകത്ത് പോകാനായിട്ട് അനുവദിക്കരുത്. അപ്പം മൊബൈൽ ഫോൺ വലിയൊരു പ്രശ്നമാണ്, ഈ റേഡിയേഷൻ ഉണ്ടാക്കും. ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യാം നിങ്ങൾക്കത് കാണിക്കാൻ വേണ്ടി. ഫസ്റ്റ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ സ്ലൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൊബൈൽ ഫോൺ റേഡിയേഷൻ കാണിക്കുന്നതാണ്. മൊബൈൽ ഫോൺ റേഡിയേഷൻ ക്യാൻ ഡിസ്ട്രോയ് ദ എൻഡോത്തീലിയൽ സെൽസ് ഓഫ് ദി ബ്ലഡ് വെസൽ. രക്തക്കുഴലിനകത്തെ പേശികളെ നശിപ്പിക്കും. അപ്പൊ ഈ എൻഡോത്തീലിയൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ബ്രെയിനിലോട്ട് കടത്തി വിടുന്ന ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ സെൽസാണ്. അത് ടോക്സിൻസ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് കയറ്റി വിടും. അപ്പൊ ഈ മൊബൈൽ ഫോൺ റേഡിയേഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഡാമേജ് ആവും. ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ BBB ഡാമേജ് ആയാൽ ഈ ടോക്സിൻസ് ബ്രെയിനിലേക്ക് കയറും, ബ്രെയിന് ഡാമേജ് ആയി തുടങ്ങും. അതുകൊണ്ടാണ് വലിയവർക്ക് ഓർമ്മക്കുറവുണ്ടാവും. തീർച്ചയായിട്ടും ബൈബിൾ വാക്യങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, വാക്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ രോഗികൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക, രോഗികൾ കുളിക്കാമോ, നനപ്പിക്കാമോ, ഇതെല്ലാം അങ്ങ് രോഗികൾ ചോദിക്കും. ഡോക്ടറോട് ചോദിക്കേണ്ട മാത്രം ചോദിക്കണമെന്ന് രോഗികൾക്ക് വിവരം വേണ്ടേ? അതുമില്ല. അപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്, ഇപ്പോൾ ഓർമ്മക്കുറവൊക്കെ വന്നിട്ടുണ്ട്. മൊബൈൽ ഫോൺ എമിറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സാണ്. അപ്പൊ അതിനൊരു സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് ഉണ്ട്, SAR എന്നാണ് പറയുന്നത്, സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ്. അത് നിയമപ്രകാരം, ഇന്ത്യയുടെ നിയമപ്രകാരം, ഇന്ത്യയിൽ നല്ല വേൾഡിൽ 1.6 വാട്ട് പെർ kg ആവറേജ് ഓവർ 1 gram ഹ്യൂമൻ ടിഷ്യൂ. മനുഷ്യ ശരീരത്തിലെ 1 gram ടിഷ്യൂവിൽ 1.6 വാട്ട് kg ആണ് അതിൻ്റെ ആവറേജ് നിശ്ചയിച്ചേക്കുന്നത്. അതിനാണ് സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് റെഗുലേഷൻ ഫോർ ദ ടവേഴ്സ്. അതുകൊണ്ടാണ് ഈ ടവറിൻ്റെ അടിയിലൊന്നും വീട് വെക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തും വെക്കരുത്, ഭയങ്കര റേഡിയേഷനാണ്. ഇന്ന് കുരുവികളൊക്കെ അതിൻ്റെ അടുത്ത് പോലും ജീവിക്കുന്നില്ല. പണ്ട് ഇലക്ട്രിക് വയേഴ്സിലൊക്കെ കുരുവികൾ ഇരിക്കുന്ന കാണാമായിരുന്നു. ഇന്ന് കുരുവികളെ ഒന്നും കാണത്തില്ല. അതെല്ലാം അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു. അപ്പം ഈ റേഞ്ചിലല്ല ഇന്ന് ടവറിൽ നിന്ന് വരുന്നത്. എല്ലാം കൈക്കൂലി കിട്ടിക്കഴിഞ്ഞാൽ ടവറിൽ കിട്ടുന്ന SAR എന്ന് പറയുന്നത് 1.6 അല്ല, അതിൻ്റെയൊക്കെ 6 ഇരട്ടി ആയിരിക്കും. അതുകൊണ്ട് അത് വലിയ പ്രശ്നമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാബ് മേടിച്ചിട്ട് വൈഫൈ ആക്കി അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, ക്ലാസ്സിൻ്റെ കാര്യം വല്ലതും പഠിപ്പിക്കാനാണെങ്കിൽ. നേരിട്ട് ടവറിൽ നിന്ന് വരുന്ന മൊബൈലിൽ നിന്നുള്ള കോൾ വരുന്ന റേഞ്ച് പിടിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഫോൺ കൊടുക്കാതിരിക്കുക. വൈഫൈയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാബ് കൊടുക്കാം, കുറച്ചുകൂടെ ബെറ്ററാണ്. എങ്കിലും എല്ലാം നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം. വലിയവർക്കും പ്രശ്നമാണ്. നിങ്ങൾ കൊച്ചിലെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ വലുതായാലും പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെ വളരെ അറിയാവുന്ന ഒരു ചർച്ചിലെ ഒരു മെമ്പറിൻ്റെ കൊച്ചുമോനെ നേഴ്സിങ്ങിന് കൊണ്ടുവിട്ടു. 12 ലക്ഷം രൂപയും പോയി. അവനെ തിരിച്ച് വീട്ടിൽ വന്നു. അവനിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണം, സർവ്വസമയവും മാന്തിക്കൊണ്ടിരിക്കണം, സർവ്വസമയവും മാന്തിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഉടനെ തന്നെ തിരിച്ചു വിളിപ്പിച്ച് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് വിട്ടു. അതിനെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി. ഒരു 2-3 വർഷം എടുക്കും അവനെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ. ഈ കഴിഞ്ഞ ദിവസം 12 ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല സാറേ, ഭയങ്കര പേടിയാന്ന്. ഞാൻ പറഞ്ഞു, പേടിക്കാൻ എന്താ മോനെ, നീ കടമറ്റത്തനാറ് സിനിമ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ഭയങ്കര പേടി. കഴിഞ്ഞ ദിവസം 10 വയസ്സുള്ള ഒരു മോള് ഇങ്ങനെ അങ്ങ് വിറയ്ക്കുക. നിങ്ങൾ പറഞ്ഞ സമയങ്ങൾ ഒത്തിരി പറയാനുണ്ട് കേട്ടോ. ഒറ്റ കാര്യം മനസ്സിലാക്കുക, മൊബൈൽ ഫോൺ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്, റേഡിയേഷൻ ഹാസാണ്. കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് മാറ്റാനുള്ള വ്യക്തി ഒറ്റ മാർഗം, കോമിക് ബുക്സ് മേടിക്കുക. ടോം ആൻഡ് ജെറിയുടെയും ബാക്കിയുള്ളതിൻ്റെയൊക്കെ കോമിക് ബുക്കുകളുണ്ട്. അപ്പോൾ അതിന് പകരം ഈ മൊബൈൽ ഫോൺ കാണുന്നതിന് പകരം പതുക്കെ റീഡിങ് ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യുക, വായനാശീലം വർദ്ധിപ്പിക്കുക. വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പനും കുഞ്ഞുങ്ങളും അല്ലെ അമ്മയും മോളും അല്ലെ അപ്പായും മോനും കൂടെ ഇറങ്ങി ബാഡ്മിൻ്റൺ കളിക്കുക. ബാഡ്മിൻ്റനൊക്കെ നല്ല എക്സസൈസാണ്, എല്ലാ ബോഡി മുഴുവനും നല്ല എക്സസൈസാണ്. അതിൽ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധ വിടുവിക്കാൻ പറ്റും. അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കുക.
അതിൽ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ക്രയോൺ പെൻസിലും ചായ പെൻസിലും ഒക്കെ മേടിച്ചു കൊടുക്കുക. ഇപ്പോൾ സമ്മർ വെക്കേഷനാണ്, വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടണം. VBS നല്ല VBS ഇവിടെ മർത്തോമ സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ ഫുൾ ഗോസ്പൽ ആണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ VBS മർത്തോമയുടെ VBSന് തന്നെ വിടുന്നത്. കാരണം അവരുടെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ വളരെ നല്ല വെക്കേഷൻ ബൈബിൾ സ്കൂളാണ്. എൻ്റെ ശിശോപ്പ് മുതൽ 1968 ശിശോപ്പ് മുതൽ മദ്യോപ്പ് വരെയുള്ള സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ വിശ്വസിക്കത്തില്ല. 58 വർഷമായ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ വിടുക. ഏതാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏത് സഭയുടെ ആണെങ്കിലും വിട്ടോ, ഒരു പ്രശ്നവുമില്ല. അവർ നല്ല കുഞ്ഞുങ്ങൾ നല്ല പാട്ടുകൾ പഠിപ്പിക്കും, വാക്യങ്ങൾ പഠിപ്പിക്കും, നല്ല പാട്ടുകൾ പഠിപ്പിക്കും, നല്ല കിരീടങ്ങളൊക്കെ തരും. കുഞ്ഞുങ്ങൾക്ക് ഒരു 10 ദിവസം മാറി നിൽക്കാനായിട്ട് ഒരവസരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ശ്രദ്ധകളെ തിരിപ്പിച്ച് ഈ മൊബൈൽ ഫോണിൽ നിന്ന് അഡിക്ഷൻ മാറ്റി കൊണ്ടുവരണം. മൊബൈൽ ഫോണിലെ ഹൈപ്പർ ആക്ടിവിറ്റി മാറ്റാനായിട്ട് മൊബൈൽ ഫോൺ മാറ്റി 2 വർഷമെങ്കിലും എടുക്കും അവൻ്റെ ജീവിതശൈലിയിലേക്ക് നോർമലായിട്ട് കൊണ്ടുവരാൻ. ഇത് വളരെ സീരിയസ് ഇഷ്യൂ. മാതാപിതാക്കൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുഞ്ഞിനെ വലുതാക്കി കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിപ്പിക്കാൻ പോലും യോഗ്യനല്ല. അവരുടെ മാനസിക നിലപാടിനെ തെറ്റിച്ചു കഴിഞ്ഞാൽ അവരാണ് ഡിവോഴ്സിന് മുൻകൈ എടുക്കുന്നത്. അവർക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് കിട്ടുന്നില്ല. മാതാപിതാക്കൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. കാരണം അവരുടെ കുടുംബത്തിൽ മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ പേരൻസിനോടും എല്ലാ രോഗികളോടും സംസാരിക്കും. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും നിങ്ങളുടെ ബന്ധുമിത്രാദികളോടും നിങ്ങളുടെ സിസ്റ്റേഴ്സിനോടും സഹോദരന്മാരുടെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ മൊബൈൽ ഫോൺ ദയവ് ചെയ്ത് കാണിക്കല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും നൽകിയ സമയത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഡാനിയൽ ജോൺ സാറിനോട് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹീതമായ ഒരുപാട് ഇൻഫർമേഷനുകൾ, സാധാരണ കേൾക്കുന്ന സാക്ഷ്യവും സന്ദേശവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ താൻ അനുഭവിച്ചിട്ടുള്ളതായ തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ സാക്ഷ്യവും അനുഭവവും സന്ദേശവുമാണ് കേൾക്കുന്നതെങ്കിൽ, പ്രിയ സജി ഫിലിപ്പ് ഡോക്ടർ സാറിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത് ഒരു വ്യക്തി അവൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ മുതൽ ഇന്ന് വരെ ഉള്ളതായ ആ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ അവന്റെ അവസാന കാലയളവ് വരെയുള്ള വ്യക്തിയുടെ അവന്റെ ആക്ഷരികവും ആത്മീയവുമായ തലത്തിലൂടെ അനലൈസ് ചെയ്തുള്ളതായ ഒരു അവയർനെസ് ക്ലാസ് പോലെയാണ് എനിക്ക് ഈ സാക്ഷ്യം അല്ലെങ്കിൽ ഈ സാറിന്റെ വാക്കുകൾ കേൾക്കുവാൻ തക്കവണ്ണയായി തീർന്നത്. ഒരു വ്യക്തി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് തലമാണ്. രണ്ട് തലമാണ്. വിശ്വാസം ഹൃദയത്തിൽ ഉരുവാകുകയും അവന്റെ ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ രക്ഷ പൂർണ്ണമാകുകയുള്ളൂ എന്ന് വചനം പഠിപ്പിക്കുകയും സാറിന്റെ വാക്കുകളിലൂടെ അത് കേൾക്കുവാനും ഇടയായി തീർന്നു. തീർച്ചയായിട്ടും പ്രിയ സാറ് അനേക കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടതായ തീവ്ര പരിശ്രമത്തിലൂടെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയ നിർവഹിക്കുകയും അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടുന്നതായ അവയർനെസ്സുകൾ കൊടുക്കുകയും അവരുടെ ശാരീരിക ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നേക്കുമുള്ള നാശത്തിൽ നിന്ന് നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ളതായ സത്യവചനത്തിന്റെ വെളിപ്പാടുകളും ദർശനവും ആ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹവും വചനവും കൂടി ആ വ്യക്തികളിലേക്ക് കൈമാറുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവ മനുഷ്യനായി ഒരേ സമയത്ത് തന്നെ ആത്മീയമായും ശാരീരികമായുള്ള ആ സേവനത്തിൽ സമയം വേർതിരിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ സജി ഫിലിപ്പ് സാറിന്റെ വിലപ്പെട്ട സമയങ്ങൾ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ചിലവഴിക്കുവാൻ ഞങ്ങളോടൊപ്പം സമയം വേർതിരിച്ച് കടന്നു വന്നതിന് കർത്താവിന്റെ ദാസനുള്ളതായ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഇനിയും ദൈവം സർവശക്തനായ ദൈവം സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും തന്ന് ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും സഹായങ്ങളും ചെയ്യേണ്ടതിന് സർവശക്തനായ കരങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, ആമേന്, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തില് പ്രിയ സജി ഫിലിപ്പ് സാറിന്റെ ആമേന് ആ അനുഭവ സാക്ഷ്യവും തന്റെ സേവനവുമായി ബന്ധപ്പെട്ടുള്ളതായ
ആ മേഖലയിൽ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇതൊക്കെ ഒരുപാട് പുതിയ അറിവുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വിലപ്പെട്ടതായി തീർന്നു, അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരി വസ്തുക്കൾക്കോ പാപത്തിനോ അടിമയായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ രക്ഷിക്കുന്ന, നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കേട്ട ഈ സന്ദേശം, ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരമായി അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ തയ്യാറാകുമോ? യേശുവിനെ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുമെന്ന്, യേശുവിനെ നിങ്ങളെ വിടുവിപ്പാൻ കഴിയുമെന്ന്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് താങ്കൾ വിശ്വസിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആമേൻ, താങ്കളുടെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അല്പസമയത്തേക്ക് സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി മദ്യത്തിനോ മയക്കുമരുന്നിനോ കഞ്ചാവിനോ ഈ ലോകത്തിന്റെ പാപങ്ങളിലോ സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിത്യമായ നാശത്തിലേക്ക് താങ്കൾ എത്തിച്ചേരുവാൻ്റെ കൂടെ ആയിത്തീരും. അതിനേക്കാൾ ഉപരിയായി ശ്രേഷ്ഠകരമായ ഒരു ഭൗമിക ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്കും വേണ്ടി കർത്താവിന്റെ ദാസൻ ഡോക്ടർ സജി ഫിലിപ്പ് സാറ് ഈ സമയം ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കും. വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ട് എൻ്റെ ജീവിതത്തിലെ പാവങ്ങളെ ഏറ്റുപറയുവാൻ തക്കവണ്ണം കർത്താവേ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൊട്ടാട്ട് കർത്താവേ. കർത്താവേ, ഇന്ന് അനേകര് മയക്കുമരുന്നിനും ലഹരിക്കും ഒക്കെ അടിമയാണ് കർത്താവേ. അതിൽ നിന്ന് കമ്പ്യൂട്ടർ, മൊബൈല് എല്ലാം അനേക കുഞ്ഞുങ്ങൾ ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി, അങ്ങനെ അനേക കുഞ്ഞുങ്ങൾ വരെ ഒത്തിരി അഡിക്ഷനായിട്ട് കടന്നു വരുന്നുണ്ട്. കർത്താവേ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നെഞ്ചോടെ കൈവച്ചാൽ, കർത്താവായ യേശുവേ, എൻ്റെ പഴയ ജീവിതം മറക്കണമേ, ഞാൻ പാപിയാണ്, എൻ്റെ ജീവിതത്തിലെ പാവങ്ങളെ അങ്ങ് കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ അങ്ങ് മുട്ടിക്കൊണ്ടേയിരുന്നു. ഇന്ന് വരെ ഞാൻ തുറന്നില്ല. എന്നാൽ ഇതാ, ഇന്ന് ഞാൻ എൻ്റെ ഹൃദയം തുറക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. അങ്ങേ ഞാൻ യേശുവിനെ ഹൃദയത്തിൽ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു അങ്ങ് എനിക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശു തമ്പുരാനാകുന്നു. എൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു തമ്പുരാനാകുന്നു. കർത്താവേ, എനിക്ക് സമാധാനം തരണമേ, എനിക്കൊരു പുതിയ ജീവിതം തരണമേ, എനിക്കൊരു ജനനം വീണ്ടും ജനിക്കുവാൻ തക്കവണ്ണം ഇന്നൊരു അവസരം നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് എനിക്ക് പ്രത്യാശയുണ്ട് കർത്താവേ. ഇന്ന് ഞാൻ മരിച്ചാലും, ഏത് ക്യാൻസർ രോഗമായാലും, ഏത് രോഗത്താലായാലും, ഒരുപക്ഷെ പല പ്രയാസങ്ങളിലൂടെ ആയാലും, എങ്ങനെ മുന്നോട്ട് പോയാലും ഇന്നും അതിൻ്റെ നടുവിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്, നിത്യജീവിതത്തിലേക്ക് കടക്കുമെന്നുള്ളത്. ആ വലിയ നിത്യപ്രത്യാശയ്ക്കായി നന്ദിയോടെ സ്തോത്രം. സകലതും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മൂലം കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസൻ ഡോക്ടർ സജി ഫിലിപ്പ് സാറിനോട് ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം പെടുവാൻ്റെ കൂടി ആയിത്തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായി വീണ്ടും കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.